അപ്പം കുറച്ചുപേരൊക്കെ പ്രസന്റ് ആയിട്ടുണ്ട് അല്ലെ? നമുക്ക് മെല്ലെ പയ്യെ സ്റ്റാർട്ട് ചെയ്യാം, ബാക്കിയുള്ളവർ മെല്ലെ ജോയിൻ ചെയ്തോട്ടെ. ഞാൻ ഫസ്റ്റ് എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ഖദീജ. ഞാൻ അതേപോലെ തന്നെ UG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് കഴിഞ്ഞത്. ഞാൻ ഇപ്പൊ PG പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിലാണ്. ആൻഡ് എന്താണ് ഇന്ന് എക്സാം ഉണ്ടായിരുന്നോ? ഇന്ന് അപ്ലൈഡ് സോഷ്യലിന്റെ എക്സാം അല്ലായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ് ഒക്കെ? കുറച്ചു പേരൊക്കെ മൈക്കോ മ്യൂട്ട് ചെയ്ത് പറയോ, ടെക്സ്റ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തേ. കുഴപ്പമൊന്നുമില്ല, എളുപ്പമായിരുന്നു. ആണോ? എങ്ങനെ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. ഓക്കെ. എഴുതാൻ പറ്റിയോ നല്ലോണോ? അതൊരു ടൈം മാനേജ്മെന്റ് ചെറിയ സീൻ ഉണ്ടായിരുന്നു, എന്നാലും എഴുതി. ഓക്കെ. എന്തായി എസ്എ ക്വസ്റ്റ്യൻസ് നല്ലോണം കംപ്ലീറ്റ് ചെയ്താൻ പറ്റില്ല? എസ്എ ക്വസ്റ്റ്യൻ അല്ലേ എഴുതി, ബട്ട് അതായത് നമുക്ക് ആകെ കറക്റ്റ് 2 മണിക്കൂറല്ലേ ഉള്ളൂ. 60 മാർക്കിന് നമ്മൾ എന്തായാലും എഴുതണ്ടേ. അപ്പൊ അതിന്റെ ഒരു ചെറിയ അത് നമ്മള് ഒന്നാമത് അപ്ലൈഡ് സോഷ്യൽ ആകുമ്പോ നമ്മള് കുറച്ച് റിയൽ ലൈഫത്തെ സാധനം കൂടി ഇതാക്കിട്ട് എഴുതണ്ടേ. അതിന്റെ ഒരു ചെറിയ ഇടങ്ങാറുണ്ട്. അല്ല എഴുതാൻ പറ്റീന്, എന്നാലും ചെറിയൊരു എറർ അങ്ങനെ. പിന്നെ ബാക്കി മുന്നേ കഴിഞ്ഞത് അബ്നോർമൽ അല്ലായിരുന്നു? അബ്നോർമൽ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? അബ്നോർമലും ഇതേപോലെ ടൈം തീരെ കിട്ടിയില്ല. ടൈം ആണല്ലേ ഇഷ്യൂ? ഓക്കെ. ടൈം ആണ് ഇഷ്യൂ എങ്കിൽ ടൈം ഒന്ന് നിങ്ങൾ മാനേജ് ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം വരെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നതിന് സീനില്ലേനു. അതായത് കറക്റ്റ് ഒരു 65 മാർക്കിനെല്ലാം മാക്സിമം എഴുതാൻ പറ്റും. ബട്ട് ഇപ്രാവശ്യം എന്നെല്ലാം പറയുമ്പോ കറക്റ്റ് ഒരു 60 മാർക്ക് അങ്ങനെ അത്രേ പിടിക്കാൻ പറ്റുന്നുള്ളൂ. ഒരേ പാറ്റേൺ. അതായത് ഒരു 10 മാർക്കിന് ഇപ്പോ എഴുതി കഴിഞ്ഞാല് ടൈം ഉണ്ട്, ബട്ട് പെട്ടെന്ന് സമയം പോകുന്ന പോലെ തോന്നുന്നു എഴുതുമ്പോ. 5 മാർക്കിന്റെ എല്ലാം എഴുതുമ്പോ ടൈം മാനേജ്മെന്റ് ആണ് ഇഷ്യൂ എങ്കിൽ അത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പിന്നെ ഇതേപോലെ മേജർ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, 10 മാർക്സിന്റെയും 5 മാർക്സിന്റെ ഒക്കെ ആദ്യം എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് 1 മാർക്കിന്റെ ഒക്കെ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ ലാസ്റ്റിലോട്ട് വെക്കാന്നുള്ള രീതിയിലാക്കാം. അപ്പൊ എന്താ പറയാ, വലിയ പ്രശ്നം ഉണ്ടാവില്ല. മറ്റേത് ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിൽ 1 മാർക്കിന്റെ നിങ്ങൾക്ക് ജസ്റ്റ് എഴുതിയിടാൻ പറ്റും. അപ്പൊ അതിന് മാർക്ക് കിട്ടും. എസ്എ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. പിന്നെ അപ്പൊ 2 എക്സാം കഴിഞ്ഞു, ഇനി അടുത്തത് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഡെവലപ്മെന്റൽ സൈക്കോളജിന്റെ എന്താ പറയാ, കഴിഞ്ഞ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നൊക്കെയുള്ള രീതി, ഏത് ടോപ്പിക്സ് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓഡിയോ ക്ലിയർ അല്ലേ? വീഡിയോ കാണുന്നുണ്ടല്ലേ? അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് വോയിസ് ആരെങ്കിലും ഒക്കെ ഓണാക്കി പറയാ. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും വോയിസ് ഓണാക്കി ചോദിക്കുക, ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് ക്ലാസ് എന്താ പറയാ മുന്നോട്ട് പോകാം. കാരണം ഒന്ന് എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് നിങ്ങൾ ടയർഡ് ആയിരിക്കുന്ന അറിയാം. എന്നാലും നമുക്ക് വേഗം കുറച്ച് ഡെവലപ്മെന്റിലുള്ള മേജർ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഞാൻ PPT ഷെയർ ചെയ്യാം. PPT കാണുന്നുണ്ടല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ദിവസം ചെയ്ത പോലെ തന്നെ മേജർ ആയിട്ട് നമ്മൾ എന്താ പറയുക ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാണ് കാര്യങ്ങള്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് പിന്നെയും പോയി എടുത്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരമൊക്കെ എന്താ പറയാ ഈ ചെറിയ രീതിയിലല്ല, ഷോർട്ട് ആയിട്ടല്ല, നല്ല എലാബറേറ്റീവ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. കാരണം ഡെവലപ്മെന്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, തിയറീസും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും അത് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചു വെക്കുക. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, എന്താ ഈ പ്രിപ്പറേഷൻസ് ഡെവലപ്മെന്റ് പഠിച്ചു തുടങ്ങിയോ, അല്ലെങ്കിൽ ഇനി സ്റ്റാർട്ട് ചെയ്യണം എന്നാണോ, റിവിഷൻ ആണോ, എന്താ എല്ലാവരുടെയും സ്റ്റേറ്റ്? ഡെവലപ്മെന്റ് ഇല്ലേ, ആ ചാപ്റ്റർ ഒന്ന് നല്ലോണം നോക്കണം, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഏത് ഡെവലപ്മെന്റാ? വൊക്കേഷണൽ ഡെവലപ്മെന്റ് ഇല്ലേ? ഓക്കെ, വൊക്കേഷണൽ ഡെവലപ്മെന്റ് നല്ലോണം ഉള്ള ചാപ്റ്റർ, അത് ഒന്ന് നോക്കണം. ഓക്കെ. ഏകദേശം ബാക്കിയുള്ളവരുടെ അവസ്ഥയോ? ബാക്കിയുള്ളവരുടെ ഒക്കെ എന്താണ് പ്രിപ്പറേഷൻ ചെയ്ത് വരിക, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് റെസ്റ്റിന് നാളെ മുതൽ പഠിക്കാമെന്നാണോ? എന്താണ് അവസ്ഥ? ഇന്ന് റെസ്റ്റ്, നാളെ മുതൽ പഠിക്കാതെ. മിസ്സിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് വേണം പഠിക്കാൻ. ശരി, ഓക്കെ ഫൈൻ. എന്തായാലും പഠിക്കണം കേട്ടോ, അധികം റെസ്റ്റ് എടുക്കല്ലേ, എക്സാം ആണ്.
എക്സാം കഴിഞ്ഞ പിന്നെ റെസ്റ്റ് എടുക്കാലോ. പഠിച്ചിട്ടുണ്ട്, ഇന്റേണലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതിനു വേണ്ടി പഠിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് പക്കാക്കിട്ടില്ല. ഓക്കെ ഓക്കെ, പഠിച്ചിട്ടുള്ളവർക്ക് ഒരു റിവിഷൻ പോലെ ആവും. പിന്നെ പഠിക്കാത്തവരാണെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് കറക്റ്റ് എന്താ പറയാ ഫസ്റ്റ് നോക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ആ ക്വസ്റ്റ്യൻസുകൾ അറ്റ്ലീസ്റ്റ് നോക്കി വെക്കുക. എക്സാം നല്ലപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാല്. അപ്പം ഫസ്റ്റ് നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളാണ്. അപ്പൊ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇപ്പം 5th സെമ്മിലാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഇൻഫൻസി മുതലുള്ള ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഹ്യൂമൻ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ ഈ 6th സെമ്മിലോട്ട് വരുമ്പം കുറച്ചും കൂടെ ഒന്ന് അതല്ലാത്ത അതിന്റെ മുകളിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതായത് ഇമോഷണൽ ഡെവലപ്മെന്റ്, വൊക്കേഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, പിന്നെ ലേറ്റ് അഡൽട്ട്ഹുഡ്, പിന്നെ മരണം. അത് ആ ഒരു ഡിസ്കഷൻ ആണ് ഈ ഒരു 6th സെമ്മിലുള്ള ഡെവലപ്മെന്റിന്റെ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇപ്പൊ ഫസ്റ്റ് തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റിലാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ഇമോഷനും ടൈപ്സ് ഓഫ് ഇമോഷനും ഒക്കെ. ഇതൊക്കെ എന്താണെന്ന് കഴിഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ആണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണോ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണോ ഉള്ളത്? 2 മാർക്ക്. 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതൊക്കെ പൊതുവെ കാണപ്പെടാറുള്ളത്, ഈ ഒരു ഇമോഷനും അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇമോഷനും ഒക്കെ. അപ്പം ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് ഫീലിംഗ് ആണ്. അതായത് നമുക്ക് ഫിസിയോളജിക്കലും അതേപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്ന നമ്മുടെ തോട്ട്സിനെയും ഫീലിംഗ്സ് ബിഹേവിയറിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ഒരു കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് ഫീലിംഗിനെയാണ് നമ്മൾ ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇമോഷന്റെ ഒരു ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അപ്പൊ ഇൻ കേസ് അത് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ 2 മാർക്ക് അത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇമോഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് എഴുതുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൈപ്സ് ഓഫ് ഇമോഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എഴുതാം. ജോയ്, സാഡ്നെസ്, ആങ്കർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ ടൈപ്സ് ഓഫ് ഇമോഷൻ ആണെങ്കിൽ നമുക്കൊരു എന്താ പറയുക പോൾ എക്മന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്ക് 6 ടൈപ്സ് ഓഫ് ബേസിക് ഇമോഷൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ട് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഒരു 6 ടൈപ്പ് ഓഫ് ഇമോഷൻസ് ആണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വേറെ എന്താ പറയാ പല ക്ലാസിഫിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് പലരും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ പോൾ എക്മന്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇതെന്ന് പറഞ്ഞത് ഒരു 6 ഇമോഷൻസ് ആണ് ബേസിക് ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ്, സാഡ്നെസ്, ഡിസ്ഗസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫിയർ, പിന്നെ ഉള്ളത് സർപ്രൈസ്, അതേപോലെ തന്നെ ആങ്കർ. ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് മേജർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമോഷണൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെന്റ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ഉണ്ടാവുന്ന ഇമോഷണൽ ചേഞ്ചസും അതേപോലെ തന്നെ ഡെവലപ്മെന്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ഇത് എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് എലാബറേറ്റ് ചെയ്ത് തന്നെ എഴുതാൻ പറ്റും. അപ്പൊ എഴുതുമ്പോൾ തന്നെ എഴുതാം ഇൻഫൻസി മുതലേ നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതായത് ഇൻഫൻസി മുതലേ നമ്മൾ എന്താ പറയാ ഇമോഷണൽ എക്സ്പ്രഷൻസ് ബേബീസ് എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതായത് അവർ ചിരിക്കുന്നുണ്ടാവും, കരയുന്നുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രൈയിങ്ങും അതേപോലെ തന്നെ സ്മൈലിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻഫൻസി പീരീഡ് തന്നെ ബേബീസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് ഫസ്റ്റ് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അവരിൽ ഫസ്റ്റ് കാണപ്പെടുന്ന ഇമോഷൻസ് ഏതാ? ജോയ്, ആങ്കർ, സാഡ്നെസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കാണപ്പെടുന്ന ഇമോഷൻസ് ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഒരു സെൻസ് ഓഫ് സെൽഫ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. അതായത് ഒരു 6 months ഒക്കെ കഴിയുമ്പോഴാണ് ഈ ഒരു സെൻസ് ഓഫ് സെൽഫ് ഡെവലപ്പ് ആവുക. അത് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് പിന്നെ ഷൈനെസ്, പിന്നെ എന്താ പറയാ ഡിസപ്പോയിന്റ്മെന്റ്, അങ്ങനത്തെ വേറെ കുറെ ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുള്ളൂ. പിന്നെ ഈ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റിന് നമുക്ക് മേജർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പൊ നിങ്ങൾ ഡെവലപ്മെന്റിന്റെ പോയിന്റ് എഴുതുമ്പോൾ ഫാമിലിന്റെ ഇമ്പോർട്ടൻസ് എഴുതണം. നമുക്ക് ഫസ്റ്റ് ഇമോഷണൽ ആ ഒരു ഡെവലപ്മെന്റ് നോക്കാം. ഇപ്പൊ ഇൻഫൻസിയിലാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കുറെ കുറച്ച് ഇമോഷൻസ് ഒക്കെ ബേബീസ് എക്സ്പ്രസ് ചെയ്യും. അവർ എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ് അവർ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യും. അതായത് ചില ടോയ് ഒക്കെ കാണുന്ന സമയത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് അവർ എക്സ്പ്രസ് ചെയ്യും. അതായത് അത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുക, അത് നോക്കിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. പിന്നെന്താ സ്മൈലിംഗ്, അതായത് ഹാപ്പിനെസ് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് എന്താ പറയുക അവർ ആരെങ്കിലും എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ സ്മൈൽ ചെയ്യും. സോഷ്യൽ സ്മൈൽസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതായത് സോഷ്യലി ആൾക്കാരെ കാണുന്ന സമയത്തൊക്കെ അവർ സ്മൈൽ ചെയ്യും. അതാണ് സോഷ്യൽ സ്മൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയുള്ളതാണ് സാഡ്നെസ് എന്നുള്ള ഒരു ഇമോഷൻസ് അവർ കരഞ്ഞിട്ടും പിന്നെ എന്താ പറയാ ടെമ്പർ ടാൻട്രംസ്, അതായത് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എക്സ്പ്രഷൻ ഓഫ് ആങ്കർ ഉണ്ടാവും. അതായത് അവർ ഇറിറ്റേറ്റഡ് ആവുന്ന സമയത്ത്, അവർക്ക് ചൂടെടുക്കുന്ന സമയത്ത്, പിന്നെ എന്താ അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു കൈൻഡ് ഓഫ് ആങ്കറും അവർ ബേബീസ് ഇൻഫൻസിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്.
പിന്നെ ഒരു 4 to 5 months ആവുന്ന സമയത്താണ് ഇൻഫൻസ് കുറച്ചും കൂടെ സെലക്റ്റീവ് ആവുക. സെലക്റ്റീവ് സ്മൈൽ കാണിച്ചു തുടങ്ങുന്ന ഒരു 4 to 5 months ആവുന്ന സമയത്താണ്. അതായത് ഫാമിലിയിൽ തന്നെ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് അവർക്ക് മനസ്സിലായി തുടങ്ങും. അതായത് അമ്മേന്റെ ഫേസ് അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, സിബ്ലിങ്സ്, ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിൽ അവര്, അങ്ങനത്തെ ആൾക്കാരൊക്കെ അവർക്ക് മനസ്സിലാവുകയും അവർക്ക് ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്മൈല് ബേബീസ് കൊടുക്കാൻ തുടങ്ങുകയും ചെയ്യും. അതാണ് ഒരു 4 to 5 months സംഭവിക്കുന്നത്. പിന്നെയുള്ള ഒരു 6 months and after. 6 months and after എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കോഗ്നിറ്റീവ് കപ്പാസിറ്റിയും മെമ്മറി കപ്പാസിറ്റിയും ഒക്കെ ഡെവലപ്പ് ആയി വരുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയം ആവുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതേപോലെ തന്നെ കുറച്ച് എന്താ പറയാ പർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ച് അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതായത് ആ ഒരു മുന്നത്തെ ആദ്യത്തെ 6 months വരെ അത് ഉണ്ടാവില്ല. പക്ഷെ പിന്നെ ഒരു 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ അവർ ചിലപ്പം എക്സ്പ്രഷൻസ് ഇടാനും അതേപോലെ തന്നെ കരയാനും, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വാശി പിടിച്ച് കരയാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ അമ്മ എടുക്കുന്നില്ലെങ്കിൽ വാശി പിടിച്ച് കരയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ സിറ്റുവേഷൻസ് അനുസരിച്ച് അവര് ചെയ്യാൻ തുടങ്ങും. അതാണ് ഇപ്പം ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന എന്താ പറയാ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. പിന്നെ ഒരു ഇൻഫൻസിയിലുള്ള മേജർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ഇൻഫൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഒരു വയസ്സ് മുതലുള്ള ആ ഒരു ടൈം നമുക്ക് പറയാം. 1 വയസ്സ് മുതൽ 1, 2, 3 വയസ്സ് വരെയുള്ള ഒരു സമയം നമ്മൾ പറയുകയാണെങ്കിൽ അപ്പാണ് അവരൊരു സെൻസ് ഓഫ് സെൽഫ് ഡെവലപ്പ് ആയി തുടങ്ങുന്നത്. അതായത് അവരുടെ പേര്, കാര്യങ്ങൾ, അവരാരാണ്, അവർ വേറൊരു പേഴ്സൺ ആണെന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലാവുന്നത് ആ ഒരു സമയത്താണ്. ആ ഒരു സമയത്ത് എന്താ അവർക്ക് ആങ്കർ, അതായത് ദേഷ്യം, അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ അവര് എക്സ്പ്രസ് ചെയ്ത് തുടങ്ങും. അതായത് എന്റെ സാധനം എടുക്കരുത്, എന്റെ സാധനം തുടരുത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുന്നത് ആ ഒരു ഏജ് ആവുന്ന സമയത്താണ്. ഇപ്പൊ ടോയ്സിന്റെ കാര്യത്തിലാണെങ്കിലും വേറെ കുഞ്ഞുങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ദേഷ്യവും വാശിയും കാര്യങ്ങളൊക്കെ അവര് കാണിച്ചു തുടങ്ങും. പിന്നെ ഈ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റിൽ മേജർ ആയിട്ട് ഫാമിലിക്കാണ് റോള്. കാരണം നമ്മൾ എല്ലാവരും ഫസ്റ്റിലുള്ള നമ്മൾ എന്താ പറയുക ഒരു സോഷ്യൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഫസ്റ്റ് നമ്മൾ കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സോ അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പം ഫാമിലിക്ക് മദറിനും ഫാദറിനും അതേപോലെ തന്നെ സിബ്ലിങ്സിനും ഒക്കെ ഉള്ള ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിലുള്ള റോൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നല്ല പോസിറ്റീവായിട്ട് ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്ത് കുട്ടീനോട് നല്ല രീതിയിൽ ഇമോഷണലി ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാരന്റ്സ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ ചൈൽഡിന് എന്താ പറയാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് തന്നെ ഉണ്ടാവും. അതായത് പ്രോപ്പർ ആയിട്ട് അവര് എന്താ പറയാ ദേഷ്യം വരുമ്പോ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, എന്താ പറയാ സങ്കടം വരുമ്പോ എങ്ങനെയാണ്, സന്തോഷം വരുമ്പോ എങ്ങനെയാണെന്നുള്ള നല്ല രീതിയിൽ എക്സ്പ്രഷൻസ് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് അവര് ഇമോഷൻസ് ഇമോട്ട് ചെയ്യാനും തുടങ്ങും. അതാണ് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്തിട്ട് എന്താ പറയാ കാണിക്കുക. ആ ഒരു സാധനമൊക്കെ കുട്ടിക്ക് ഡെവലപ്പ് ആവുന്നത് നല്ല വാം ആയിട്ടുള്ള റിലേഷൻഷിപ്സ് പാരന്റ്സുമായിട്ടും അതേപോലെ തന്നെ വീട്ടിലൊരു ഹെൽത്തി എൻവയോൺമെന്റ് ഉണ്ടെങ്കിലാണ് ഈ ഒരു ഗുഡ് എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് ബേബിക്ക് ഉണ്ടാവുക. അപ്പൊ ഇതാണ് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലുള്ള ഈ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഇലാബറേറ്റ് ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾ എഴുതുക. ഫ്രം ഇൻഫൻസി മുതലുള്ള സാധനം എഴുതിയിട്ട് ചൈൽഡ്ഹുഡിൽ ഇങ്ങനെയൊക്കെയാണ്, ഇപ്പൊ ഇതൊക്കെയാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് പാരന്റ്സിനുള്ള റോളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെയുള്ള അടുത്ത റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് ടെമ്പറാമെന്റ് എന്താ, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻസ്. ടെമ്പറമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അബ്നോർമൽ സൈക്കോളജിയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ടെമ്പറമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ടെമ്പറമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ബയോളജിക്കലി ഉള്ള ഒരു സ്ഥാനമാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു കുട്ടീന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ജനിക്കുമ്പോൾ തൊട്ടുള്ള ഒരു സാധനമാണ് ടെമ്പറമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ ഇമോഷണലി നമ്മുടെ റെസ്പോൺസീവ്നെസ് എത്രയാണ്, ഒരു മനുഷ്യന് എത്രത്തോളം എനർജി ഉണ്ട്, അതായത് ഇമോഷണലിയും ബാക്കി കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന് ഉണ്ടാവുന്ന എനർജി, പിന്നെ അവർ ഇമോഷണലി എത്ര റെസ്പോൺസീവ് ആണ്, കാര്യങ്ങൾ വരുന്ന സമയത്ത് അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഉണ്ടാവുന്ന സോഷ്യലി ഉണ്ടാവുന്ന അവർക്ക് എന്തെങ്കിലും മടി എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള മടി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടെമ്പറാമെന്റ് എന്നുള്ള ഒരു സാധനത്തിൽ വരുന്നത്. അപ്പൊ ഈ ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റിന്റെ ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലാണ് പല എന്താ പറയാ നമ്മുടെ സൈക്കോളജിസ്റ്റുകളൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒരു പേഴ്സണാലിറ്റിന്റെ ഫൗണ്ടേഷൻ ടെമ്പറാമെന്റ് ആണെന്നുള്ള രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസും അതേപോലെ തന്നെ നമ്മുടെ സെൽഫ് റെഗുലേഷനും ഇമോഷണൽ റെസ്പോൺസീവ്നെസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് തോമസ് ആൻഡ് ചെസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് മേജർ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്.
അപ്പൊ അവര് ടെമ്പറമെന്റ് വെച്ചിട്ട് 3 ടൈപ്സ് ഓഫ് ടെമ്പറമെന്റ് ഉണ്ട്. ആ 3 ടൈപ്സ് ഓഫ് ടെമ്പറമെന്റ് വെച്ചിട്ട് 3 ടൈപ്സ് ഓഫ് ചിൽഡ്രൻ ഉണ്ട് എന്നാണ്, 3 ടൈപ്പ് ഓഫ് കുട്ടികൾ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈസി ചിൽഡ്രൻ ആണ്. ഈസി ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആ പേരിനോട് നമുക്ക് നല്ല രീതിയിൽ ഇത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. ഈ ടൈപ്സ് ഓഫ് ടെമ്പറമെന്റ്, തോമസ് ആൻഡ് ചെസ്സിന്റെ ടൈപ്സ് ഓഫ് ടെമ്പറമെന്റ്, ആ നെയിം എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഈസി ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട്, അതായത് നല്ല ആക്റ്റീവ് ആയിട്ട്, എന്താ പറയാ, പുതിയ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് വലിയ രീതിയിൽ എന്താ ബഹളങ്ങളും കാര്യങ്ങളൊന്നും കാണിക്കാണ്ട് ഈസി ആയിട്ട് സിറ്റുവേഷൻസിനോടൊക്കെ അഡാപ്റ്റ് ചെയ്യും, ഭയങ്കര ആക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ കളിക്കുക, നല്ല പോസിറ്റീവ് ഇമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളെയാണ് തോമസ് ആൻഡ് ചെസ് എന്താ പറയാ ഈസി ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. പിന്നുള്ളതാണ് ഒരു സ്ലോ ടു വാം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ആ ഒരു ഈസി ചിൽഡ്രന്റെ മാതിരി അത്ര എന്താ പറയാ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കില്ല, ബട്ട് അവർ ആക്റ്റീവ് ആയിരിക്കും, കുറച്ച് കുറവായിരിക്കും. പക്ഷെ എന്താ സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം, പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവില്ല. ഈസി ചിൽഡ്രൻ ആണെങ്കിൽ വേഗം തന്നെ അഡ്ജസ്റ്റ് ആവും. അപ്പൊ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ കുറച്ച് ചിലപ്പോൾ അപ്പൊ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ കാണിക്കും, ചിലപ്പോൾ കുറച്ച് വശപ്പിക്ക് ചെറുതായിട്ട് കരയൊക്കെ ചെയ്യും, പക്ഷെ കുറച്ച് ടൈം എടുത്തിട്ട് ആ സിറ്റുവേഷൻസിനോടൊക്കെ അഡ്ജസ്റ്റ് ആവും. അതാണ് ഈ ഒരു സ്ലോ ടു വാം ചിൽഡ്രൻ എന്ന് പറയുന്നത്. പിന്നെ ഡിഫിക്കൽട്ട് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇറഗുലർ ബിഹേവിയേഴ്സ് ഉണ്ട്. അതായത് ബയോളജി റുട്ടീൻസിനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇറഗുലർ ബിഹേവിയേഴ്സ് ഉണ്ട്. അതായത് ഫുഡ് കഴിക്കാൻ ഭയങ്കര വാശി കാണിക്കുന്നവരാ, മര്യാദയ്ക്ക് രാത്രി ഉറങ്ങാണ്ട് വാശി പിടിക്കുന്ന പിള്ളേരാവാം. ഇങ്ങനത്തെ കുട്ടികളൊക്കെയാണ് ഈ ഒരു ഡിഫിക്കൽട്ട് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഇവർ ക്ലാസ്സിഫൈ ചെയ്തിട്ടുള്ളത്. ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എന്താ പറയാ പുതിയ സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് അഡ്ജസ്റ്റ് ചെയ്യേയില്ല, അവർ ഭയങ്കരമായിട്ട് ടെമ്പർ ടാൻട്രംസ് കാണിക്കാന്ന് പറയും. അതായത് ഭയങ്കരമായിട്ട് കരയുക, വാശി പിടിക്കുക, പാരന്റ്സിനായിട്ട് ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അവരാണ് ഈ ഒരു ഡിഫിക്കൽട്ട് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഇവർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയാ വേറൊരു ക്ലാസിഫിക്കേഷൻ മറ്റേ നമ്മുടെ ഹിപ്പോക്രാറ്റ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ. അതായത് ബോഡിലി ഹ്യൂമേഴ്സ് വെച്ചിട്ട് 4 ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ട്. പേഴ്സണാലിറ്റിയിലും ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അതേ സാധനം തന്നെ ടെമ്പറാമെന്റിന്റെ കേസിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 4 ബോഡിലി ഹ്യൂമേഴ്സ് വെച്ചിട്ട് 4 കൈൻഡ് ഓഫ് ടെമ്പറാമെന്റ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഗ്വിൻ എന്ന് പറയും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഗ്വിൻ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക് ആണ്. അതായത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കുറച്ച് സോഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. രണ്ടാമത്തെ പറഞ്ഞാൽ കോളറിക്, അതെന്ന് വെച്ചാൽ കുറച്ച് ആംബിഷ്യസ് ആയിട്ട് ലീഡർ ലൈക്ക് ആയിട്ടുള്ള ഒരു ടെമ്പറമെന്റ് ആണ് പറയുന്നത്. പിന്നെ മെലങ്കോളിക് എന്ന് പറയും തേർഡ് വൺ. അതെന്ന് പറഞ്ഞാൽ കുറച്ച് അനലിറ്റിക്കൽ ആയിട്ട്, കുറച്ച് തോട്ട്ഫുൾ ആയിട്ട്, കുറച്ച് ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടെമ്പറമെന്റ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ ഫോർത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഗ്മാറ്റിക് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പറമെന്റ് ആണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ടെമ്പറാമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അപ്പൊ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു മൊഡ്യൂളിന്റെ ഒരു ഹാഫ് എന്ന് പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നുള്ളതാണ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്. അപ്പം ഡെവലപ്മെന്റ് ഓഫ് സെൽഫും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ് ആയിട്ട് 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. മേ ബി സെൽഫ് എന്താന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. സെൽഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻഡിവിജ്വലിന് അവരുടെ എബിലിറ്റീസും അതേപോലെ തന്നെ ട്രേറ്റ്സും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു നല്ല ഐഡിയ ഉണ്ടാവുന്നതാണ് ഈ ഒരു സെൽഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെൽഫ് തന്നെ നമുക്ക് 2 രീതിയിലുള്ള സെൽഫ് ഉണ്ട് എന്നാണ് പറയുന്നത്. റിയൽ സെൽഫും ഉണ്ട്, ഐഡിയൽ സെൽഫും ഉണ്ട്. റിയൽ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി റിയലി ആർ, നമ്മുടെ റിയൽ ആയിട്ടുള്ള സെൽഫ് എന്താണ്, അതായത് നമുക്കുള്ള എബിലിറ്റീസും ട്രേറ്റ്സും കാര്യങ്ങളൊക്കെ എന്താന്നുള്ളതാണ് റിയൽ സെൽഫിൽ വരുന്നത്. പക്ഷെ ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവാൻ ആഗ്രഹമല്ലേ, നമ്മൾ ആസ്പയർ ചെയ്യുന്ന സെൽഫാണ് ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് സെൽഫ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ആണെങ്കിൽ അതും ഇതേപോലെ തന്നെ 2 മാർക്സിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ മെയിൻ ആയിട്ട് അതിലും നിങ്ങൾക്ക് ഫാമിലിന്റെ ആ ഒരു സാധനം എഴുതാൻ പറ്റും. അത് ആദ്യം സെൽഫ് കോൺസെപ്റ്റ് എന്താ, അല്ലെങ്കിൽ സെൽഫ് എന്താന്നുള്ള രീതിയിൽ എഴുതാം. പിന്നെ ഇതേപോലെ തന്നെ ആ ഒരു ഫാമിലി നമ്മളെ സെൽഫിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ എഴുതാം. പിന്നെ സെൽഫ് എസ്റ്റീം എന്താന്നുള്ള രീതിയിൽ എഴുതാം. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സെൻസ് ഓഫ് വർത്ത്, എന്റെ സെൽഫ് ഇതാണെന്നുള്ള രീതിയിൽ നമുക്കൊരു സെൻസ് ഓഫ് വർത്ത് ഉണ്ടാവുമല്ലോ, അതാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. അപ്പം ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻ ഈ ഒരു സെൽഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെൻസ് ഓഫ്
വർത്ത് ഒക്കെ കുറവായിരിക്കും. പിന്നെയാണ് അത് അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ ഈ ഒരു സെൽഫ് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അത് ഇൻഫൻസി ഒക്കെ കഴിഞ്ഞ് ഏർലി ചൈൽഡ്ഹുഡിലാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയാണ് അവരുടെ കുറിച്ച് നല്ല രീതിയിലുള്ള സെൽഫ് എസ്റ്റീമും സെൽഫ് വർത്തും ഒക്കെ എന്താ പറയുക ലേറ്റർ അഡൾട്ട്ഹുഡിൽ അല്ലെങ്കിൽ അഡോളസൻസ് ഒക്കെ ആവുന്ന സമയത്താണ് പ്രോപ്പർ ആയിട്ടൊരു സെൽഫ് എന്നുള്ള ഒരു സെൽഫ് കോൺസെപ്റ്റ് അവർക്ക് ഡെവലപ്പായി വരുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്താ പറയാ, ഫാമിലിന്റെ റോള്, അതായത് ഫാമിലി അവരെ ഫോസ്റ്റർ, അവർക്ക് ഉണ്ടാകുന്ന സോഷ്യൽ സിറ്റുവേഷൻസും അതേപോലെ തന്നെ അവരുടെ ഫാമിലിയും ഒക്കെ അവരുടെ ഒരു സെൻസ് ഓഫ് സെൽഫിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു പോയിന്റ്സ് ഒക്കെ എഴുതുക. 2 മാർക്കിനായിരിക്കും മോസ്റ്റ്ലി ചോദിക്കുക. അപ്പം എന്താ പറയാ, ഒരു നിങ്ങളുടെ സമയം അധികം കളയാത്ത രീതിയിൽ പക്ഷേ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള രീതിയിൽ തന്നെ ആൻസർ ചെയ്യുക അത് എഴുതുന്ന സമയത്ത്. പിന്നെ ഉള്ളതാണ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്നുള്ള സാധനം നിങ്ങൾക്ക് ഡെവലപ്മെന്റിന്റെ ഒരു സിലബസ് ഞാൻ പഠിക്കാനില്ല, പക്ഷെ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ പേഴ്സണാലിറ്റിന്റെ ഡെഫിനേഷൻ അറിയുന്നവർക്ക് ഡെഫിനേഷൻ എഴുതാം, അല്ലാതാണെങ്കിൽ ഇങ്ങനെ എഴുതാം. നമുക്ക് എല്ലാ ഇൻഡിവിജ്വൽസിനും ഉള്ള റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള പാറ്റേൺസ് ഓഫ് നമ്മുടെ തിങ്കിങ്ങും ബിഹേവിയറും അതേപോലെ തന്നെ നമ്മുടെ തോട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി ചേഞ്ചിങ്, അത് ചേഞ്ച് ചെയ്യും, ഡെവലപ്പ് ചെയ്യും ത്രൂ ഔട്ട് ലൈഫ് സ്പാൻ. നമ്മുടെ ബർത്ത് ടു ഡെത്ത് ഈ ഒരു പേഴ്സണാലിറ്റി എന്നുള്ള സാധനം ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും, ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സാധനം പേഴ്സണാലിറ്റിന്റെ ഒരു ഡെഫിനേഷൻ എഴുതാൻ പറ്റുന്ന ഒരു ഡെഫിനേഷൻ എഴുതാം, അല്ലെങ്കിൽ ഇതേപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അത് എഴുതാം. അതായത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള നമ്മുടെ പാറ്റേൺസ് ഓഫ് തോട്ട്സും ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ് പേഴ്സണാലിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ വരുന്നത്. അപ്പൊ ഇതൊന്നും കൂടുതലും ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കാണാറ്, പക്ഷെ ഇതേപോലെ എസ്എ ക്വസ്റ്റ്യനും ഉണ്ടാവും. അപ്പൊ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു യൂണിറ്റ് ക്ലിയർ ആണോ? ഈ ഒരു മൊഡ്യൂളിലുള്ള PYQs ക്ലിയർ ആണോ? ഒന്നാരെങ്കിലൊക്കെ റിപ്ലൈ ചെയ്യൂ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇതില് കുറച്ച് ഇതിന്റെ ഒരു സെക്കൻഡ് ഹാഫ് ഇനിയും ബാക്കിയുണ്ട്. അതാണ് നമ്മുടെ റിലേഷൻഷിപ്സ്. അതായത് അഡൾട്ട്ഹുഡിലോട്ട് വരുമ്പോഴുള്ള ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അഡൾട്ട്ഹുഡിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഇമോഷണൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ള സാധനമാണ് വരുന്നത്. അപ്പം ചൈൽഡ്ഹുഡിലുള്ള സാധനം നമ്മൾ ഓൾറെഡി നോക്കി. ഇനി അഡൾട്ട്ഹുഡ് എന്താണെന്ന് നോക്കാം. അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എന്താ പറയാ, നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. കാരണം ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ് അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന മെയിൻ ആയിട്ട് വരുന്ന സാധനമാണ് മാരേജ്. മാരേജ് എന്നുള്ളൊരു സാധനം ഒരു എന്താ പറയാ, മിഡിൽ അഡൾട്ട്ഹുഡ് ഒക്കെ ആകുമ്പോൾ മോസ്റ്റ്ലി ആൾക്കാർ എന്താ പറയാ, മാരേജ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുക, അവരുടെ പാർട്ട്ണറെ ചൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ മാരേജ് എന്ന് പറയുന്നത്, മാരേജിന് ഇൻ കേസ് ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇറ്റ്സ് എ യൂണിയൻ ഓഫ് 1 or more person. ഒരു ലീഗലി എന്താ പറയാ, ലീഗലി ഉള്ള ഒരു കോണ്ടെക്സ്റ്റിൽ അവര് എന്താ പറയാ 1 or more person യൂണിയൻ ചെയ്യുന്നതാണ് മാരേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഡെഫിനേഷൻ പോലെ എഴുതാം. ഈ ഒരു കോൺസെപ്റ്റിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇതൊക്കെ എനിക്ക് അറിയാം, ഇതൊക്കെ എഴുതാൻ പറ്റുന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് വായിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് പോകട്ടെ ഈ കോൺസെപ്റ്റ് ഒക്കെ, എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്താൻ പറ്റുള്ളൂ. അപ്പൊ സോഷ്യലി റെക്കഗ്നൈസ്ഡ് ആയിട്ട് 2 ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ മോർ ദാൻ 1 ഇൻഡിവിജ്വൽ എന്താ പറയാ യൂണിയൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാരേജ് എന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പൊ അതായത് ഫാമിലി ലൈഫിന്റെ ബേസ് ആണ് മാരേജ് എന്ന് പറയുന്നത്. അപ്പൊ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ സപ്പോർട്ടും അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഫംഗ്ഷനിങ്ങിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ മാരേജിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്സ് ഓഫ് മാരേജും കൂടെ മെൻഷൻ ചെയ്യാം. മെയിൻലി 2 ടൈപ്സ് ആണ് പറയുന്നത്. ഒന്ന് മോണോഗമി, പിന്നെ പോളിഗമി. മോണോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ പാർട്ട്ണർ ഉണ്ടാവും, ഒരു സിംഗിൾ പാർട്ട്ണറിനെ മാരി ചെയ്യുന്നതിനാണ് മോണോഗമി എന്ന് പറയുക. പോളിഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 1 മാരേജ് ചെയ്യുക, അല്ലെങ്കിൽ മോർ ദാൻ 1 പാർട്ട്നേഴ്സ് മാരിങ് ടു മോർ ദാൻ 1 പാർട്ട്ണർ, അതാണ് പോളിഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഓൾ നോ അല്ലേ, അതായത് ഒരു മേ ബി പീപ്പിൾ ഓർ മോർ ദാൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ടുഗെദർ, ഒരുമിച്ച് ജീവിക്കുന്നവരായിരിക്കും. അവർ തമ്മിലൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാവും. എന്താ പറയാ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് കെയറും ലവും ഒക്കെ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഒരു ഗ്രൂപ്പായിട്ട് ഹാർമണിയിൽ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യല്. അപ്പൊ അൻകേസ് അത് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളെ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇങ്ങനെ പഠിച്ചു വെക്കാം. ഓക്കെ. പിന്നെ ഉള്ളതാണ് നെക്സ്റ്റ് വരുന്നതാണ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സോഷ്യൽ സൈക്കോളജിയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഐഡിയാസ് ഇതിനോടൊക്കെ സിമിലാരിറ്റി ഉള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് അവരോട് ഒരു പ്രത്യേകമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവും, കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു താല്പര്യം ഉണ്ടാവും. ഇതിനെയാണ് ബേസിക്കലി നമ്മൾ അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ആയിട്ട് വിളിക്കുന്നത്. അപ്പം അട്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഴുതാം. പിന്നെ ഡിഫറൻഷിയേറ്റ് അഫെക്ഷൻ, ലവ് ആൻഡ് ക്ലോസ് റിലേഷൻഷിപ്പ്. ഇങ്ങനൊരു കോൺസെപ്റ്റ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ഇതിൽ ഓരോന്നും എടുത്ത് എഴുതാൻ പറ്റും.
അതായത് അഫെക്ഷൻ എന്താന്ന് ഇത് അഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ദ ലവ് ആൻഡ് കെയർ ബിറ്റ്വീൻ എന്താ പറയുക ബിറ്റ്വീൻ പീപ്പിൾ ആണ് ഈ ഒരു അഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. പിന്നെ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒബ്വിയസ്ലി ഈ ഒരു സാധനം തന്നെ ഇന്റർപേഴ്സണൽ അട്രാക്ഷനിൽ വരുന്ന ഒരു ഫീലിംഗ് ആണ് ബിറ്റ്വീൻ വൺ ഓർ മോർ പേഴ്സൺ ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് ഓഫ് ക്ലോസ്നെസ്സും ഇന്റിമസിയും ഒക്കെയാണ് ഈ ഒരു ലവിൽ വരുന്നത്. ഇപ്പൊ ഈ ലവിന്റെ കാര്യം നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് മറ്റേ സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറി ഓഫ് ലവ് ഉണ്ടല്ലോ, അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. അപ്പൊ സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറി ഓഫ് ലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലവിന് മെയിൻലി 3 കോമ്പണൻസ് ആണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇന്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. ഇതിന്റെ ബേസിൽ അദ്ദേഹം 8 ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ലൈക്കിംഗ്, കമ്മിറ്റ്മെന്റ്, കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് 8 ടൈപ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു ടൈപ്സും എഴുതുക. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ എന്താ പറയാ ആൻസറിന് കുറച്ച് വെയിറ്റേജ് ഉണ്ടാവും, അതായത് കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതിൽ. അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നുള്ളതാണ് ക്ലോസ് റിലേഷൻഷിപ്പ്. അഡൽട്ട്ഹുഡിൽ ഉണ്ടാകുന്ന ക്ലോസ് റിലേഷൻഷിപ്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ വേറെ എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈന്നിട്ട് എഴുതാൻ പറ്റുന്നതാണ്. പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയാ ഭംഗിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അഡൽട്ട്ഹുഡിൽ ഉണ്ടാകുന്ന ക്ലോസ് റിലേഷൻഷിപ്സിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ബേസ്ഡ് ഓൺ ലവ് ആവാം, ഫ്രണ്ട്ഷിപ്പ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഇമോഷണൽ കണക്ഷൻ തോന്നിയിട്ടുള്ള ഒരു ഇന്റിമസി തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം. ഇങ്ങനത്തെ കുറെ ക്ലോസ് റിലേഷൻഷിപ്പ് ആയിരിക്കും അഡൽട്ട്ഹുഡിൽ ഉണ്ടാവുക. അത് അവരായിട്ട് ചൂസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും മോസ്റ്റ്ലി നമുക്ക് അഡൽട്ട്ഹുഡിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്യുന്ന ഫ്രണ്ട്സ് ആവും നമുക്ക് ഉണ്ടാവുക. ഈവൻ ദോ നമ്മുടെ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ കൂടെ അവിടെ തന്നെ നമ്മളായിട്ട് നമുക്ക് ഫെമിലിയാരിറ്റി തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കംഫർട്ട് സ്പേസോ അല്ലെങ്കിൽ ഇമോഷണൽ ബോണ്ട് തോന്നുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് കണക്ഷൻ, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ, ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുക. ബേസ്ഡ് ഓൺ ലവ് ആവാം, ഫ്രണ്ട്ഷിപ്പ് ആവാം, ഇന്റിമസി ആവാം. അവിടെ എന്താ പറയാ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, നല്ല രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള എമ്പതി ഉണ്ടാവും, കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. അതൊക്കെയാണ് ക്ലോസ് റിലേഷൻഷിപ്സിന്റെ കാര്യം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ വേണമെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മാരേജ് എഴുതാം, ഫ്രണ്ട്ഷിപ്പ് എഴുതാം, ഇങ്ങനെ ഡിഫറെന്റ് ആക്കി എഴുതാൻ പറ്റും. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എഴുതാം. ഷെയർഡ് എക്സ്പീരിയൻസസ് ഉള്ള നമുക്ക് എന്താ പറയുക മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തോന്നുന്ന ആൾക്കാർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്നുള്ള രീതിയിൽ എഴുതാം. പിന്നെ മാരേജ് പറഞ്ഞ പോലെ മാരേജിന് എഴുതാം. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും ഇംഗ്ലീഷ് വരുവാണെങ്കിൽ. അപ്പം കുറച്ചധികം തന്നെ എഴുതുക. അതായത് എന്താ പറയാ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എന്താ പറയാ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് എന്തായാലും എന്താ പറയാ നഷ്ടപ്പെടില്ല. നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ നോക്കാം. ഈ ഒരു മൊഡ്യൂൾ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് സെക്കൻഡ് മൊഡ്യൂൾ ആണ്. അപ്പൊ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം തിയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മോറൽ ഡെവലപ്മെന്റിന്റെ തിയറീസ്, അങ്ങനെ കുറെ തിയറീസ് ഉണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് മൊഡ്യൂൾ. അപ്പൊ മോറൽ ഡെവലപ്മെന്റിന്റെ തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പൊ നമുക്ക് മൊഡ്യൂൾ 3ഉം 4ഉം കൂടെ ആദ്യം ഫിനിഷ് ചെയ്യാം. അത് കുറച്ചും കൂടെ സിമ്പിൾ ആണ് കമ്പയർഡ് ടു ദാറ്റ് സെക്കൻഡ് മൊഡ്യൂൾ. അപ്പൊ മൊഡ്യൂൾ 3 നോക്കുമല്ലേ, വൊക്കേഷണൽ ഡെവലപ്മെന്റ് നോക്കല്ലേ? ആരുമില്ലേ ഇവിടെ? ഓക്കെ. എല്ലാരും എന്താ ടയർഡ് ആണോ? എക്സാം കഴിഞ്ഞതിന്റെ ടയർഡ്നെസ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഉഷാറാണോ? എല്ലാത്തിനും തംസപ്പ് ആണോ? ഓക്കെ ആയതുകൊണ്ടാണ് തംസപ്പ് അടിക്കുന്നത് വിചാരിക്കും. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ വൊക്കേഷണൽ ഡെവലപ്മെന്റ്, ഇപ്പൊ നമ്മൾ ഇമോഷണൽ ഡെവലപ്മെന്റ് നോക്കി. പിന്നെ ഉള്ളത് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വൊക്കേഷണൽ ഡെവലപ്മെന്റ് ആണ്. വൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് സെറ്റിംഗ്, ഒരു ഒക്യുപ്പേഷൻ, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു വൊക്കേഷണൽ ഡെവലപ്മെന്റ് നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു അഡൽട്ട്ഹുഡ് മുതലുള്ള സാധനങ്ങളായിരിക്കും ഇതിൽ കൂടുതലും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും. അതായത് ആ ഒരു സമയമാകുമ്പോൾ ആണ് ഇൻഡിവിജ്വൽസ് അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോലി വേണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഒക്യുപ്പേഷൻ കണ്ടുപിടിച്ചത് അവരുടെ ഇൻട്രസ്റ്റിന് എന്താ പറയാ അവരുടെ ഇൻട്രസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ള രീതിയിലുള്ള ഒരു ഫീൽഡ് എടുത്ത് പഠിക്കുന്നു. ആ ഒരു ഫീൽഡിൽ തന്നെ മേ ബി മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു ഫീൽഡിൽ തന്നെ അവരൊരു ജോബ് ഹണ്ട് ചെയ്യുന്നു, ജോബ് കണ്ടുപിടിക്കുന്നു, ആ ഒരു ജോലിയിൽ എന്താ പറയാ ജോയിൻ ചെയ്യുന്നു, ആ ജോലി ചെയ്യുന്നു. പിന്നെ എന്താ പറയാ ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണ്, അല്ലെങ്കിൽ അവർക്ക് ജോലി മാറ്റണം തോന്നിക്കഴിഞ്ഞാൽ അവർ വേറെ ജോബ് ചൂസ് ചെയ്യുന്നു. അതിന്റെ കാര്യങ്ങളും അതിന്റെ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ്, അതിന്റെ ഒരു അഡൽട്ട്ഹുഡിലും പിന്നെ ലേറ്റ് അഡൽട്ട്ഹുഡിലൊക്കെ ആയിട്ട് നമ്മുടെ ജോബ് സംബന്ധമായ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന ഡെവലപ്മെന്റ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് നോക്കാനുണ്ടാവുക. അപ്പൊ അതിന്റെ അകത്ത് മെയിൻ ആയിട്ടും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും. അതിൽ ഫസ്റ്റ് വന്നാണ് വൊക്കേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് അഡ്ജസ്റ്റ് ഇൻ ഏർലി അഡൽട്ട്ഹുഡ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്.
ഏർലി അഡൽട്ട്ഹുഡിലാണെന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, ഏർലി അഡൽട്ട്ഹുഡ് ആകുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ജോബ് മാർക്കറ്റിലോട്ട് എത്തുന്നത്. ലൈക്ക് ഒരു ഇൻഡിവിജ്വൽ ഓക്കെ ഇനി അങ്ങോട്ട് ജോബ് ചെയ്യാം, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഏൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ എടുത്തിട്ട് ജോബ് എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് വരുന്നത് ഈ ഒരു ഏർലി അഡൽട്ട്ഹുഡ് സമയത്താണ്. അപ്പൊ വരുന്നതാണ് ഒരു വൊക്കേഷണൽ ഡെവലപ്മെന്റ് എന്നുള്ളൊരു, അതുകൊണ്ടാണ് വൊക്കേഷണൽ ഡെവലപ്മെന്റ് ഇൻ ഏർലി അഡൽട്ട്ഹുഡ് തന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതിനകത്ത് ഫസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ ചോയ്സ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ അത് എഴുതാൻ പറ്റും വൊക്കേഷണൽ ഡെവലപ്മെന്റിന്റെ കാര്യം പറയുന്ന സമയത്ത്. അതായത് ചൂസിങ് ദ റൈറ്റ് കരിയർ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് അവരുടെ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ അവരുടെ എബിലിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏത് കരിയർ ആണ് തനിക്ക് ഏറ്റവും നന്നാവുക, അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏത് കരിയർ ആണ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്തിട്ട് ഒരു കരിയർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവർക്ക് ഏതൊരു ഫീൽഡിലാണ് ജോലി ചെയ്യേണ്ടത്, ഏതൊരു ഫീൽഡിലാണ് അവർക്ക് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കരിയർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏർലി അഡൽട്ട്ഹുഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 to 40 years വരെയാണ് നമ്മൾ ഈ ഒരു ഏർലി അഡൽട്ട്ഹുഡ് സ്റ്റേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതേപോലെ കരിയർ ചൂസ് ചെയ്യണം. അവരുടെ സ്റ്റഡീസ് ഒക്കെ മോസ്റ്റ്ലി ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരൊരു കരിയർ ചൂസ് ചെയ്യണം, ഏതെങ്കിലും ഒരു ഫീൽഡ് ചൂസ് ചെയ്യുക, എന്നിട്ട് അതിൽ അവരൊരു സ്വന്തമായിട്ട് ഒരു കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാവും. അതൊരു ജോലി ആവാം, ഇല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു ബിസിനസ് ആവാം, എനിത്തിങ് ഇൻ ദാറ്റ് ആസ് എ കരിയർ. ഒരു ഇൻഡിവിജ്വൽ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഏർലി അഡൽട്ട്ഹുഡിൽ മേജർ ആയിട്ട് നമുക്കുള്ള ഒരു ഓരോ ഏജിലും ഓരോ സമയത്തും നമ്മൾ ഓരോ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടല്ലോ, ഓരോ മൈൽ സ്റ്റോൺ ഉണ്ട്. ഇപ്പൊ ഒരു ഏർലി അഡൽട്ട്ഹുഡിൽ മേജർ ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ കരിയറിൽ നമ്മൾ ഫ്ലറിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഏർലി അഡൽട്ട്ഹുഡ് സ്റ്റേജിന് അതുകൊണ്ട് തന്നെ നമ്മൾ കരിയർ കൺസോളിഡേഷൻ എന്നുള്ള ഒരു സാധനം തന്നെ, ഒരു നെയിം തന്നെ നമ്മൾ വിളിക്കും. കാരണം ഇത് നമ്മൾ കരിയറിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് ആണിത്. അപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് അവരുടെ പാരന്റ്സ് വിട്ടുമാറി അവരുടെ പാരന്റ്സിന് വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നുണ്ടോ, അതായത് അവർ ഇൻഡിവിജ്വൽ ആയിട്ട് അവർ സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങും, സ്വന്തമായിട്ട് ചിലപ്പോൾ വേറൊരു നാട്ടിൽ ജോലി കണ്ടുപിടിച്ച് എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓട്ടോണമിന്റെ ട്രാൻസിഷൻ വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അവരവരുടെ വയസ്സായിട്ടുള്ള കരിയർ ഡിസിഷൻ എടുത്തിട്ട് അവർ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കരിയർ റെസ്പോൺസിബിലിറ്റീസ് അവർ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഫാമിലി ലൈഫിന്റെ ഒരു സ്റ്റാർട്ടിങ്ങും ഈ ഒരു 20 to 40 yearsന്റെ ഉള്ളിലാണ് മോസ്റ്റ്ലി വരിക. അപ്പൊ ഒരു ഫാമിലി ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റീസും അതേപോലെ തന്നെ കരിയർ റെസ്പോൺസിബിലിറ്റീസും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അതായത് അതിൽ മാരേജ് വരാം, പിന്നെ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരന്റ്ഹുഡ് വരാം. അങ്ങനത്തെ വലിയ വലിയ ട്രാൻസിഷൻസ് സംഭവിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ഒരു ഏർലി അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെയാണ് നമ്മുടെ ഒരു വൊക്കേഷണൽ ഡെവലപ്മെന്റിന്റെ മേജർ ആയിട്ടുള്ള മൈൽ സ്റ്റോൺ നടക്കുന്നത്. അപ്പൊ കരിയർ ഡെവലപ്മെന്റിന്റെ കാര്യം, വൊക്കേഷണൽ ഡെവലപ്മെന്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കരിയർ ഡെവലപ്മെന്റിനുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. അപ്പം കരിയർ ഡെവലപ്മെന്റിന് ഒരു തിയറി വരുന്നുണ്ട്. അതായത് കരിയർ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് പറഞ്ഞിട്ടുള്ള ഒരു തിയറി ഉണ്ട്. അതായത് ആ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ഡൊണാൾഡ് സൂപ്പർ ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കരിയർ ഡെവലപ്മെന്റിന് കുറച്ച് സ്റ്റേജസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്റ്റേജസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈസേഷൻ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി അഡോളസൻസിലുള്ളതാണ്. അതായത് ഒരു കരിയറിനെ കുറിച്ച് ജനറൽ ഐഡിയാസ് ഒക്കെ ഉള്ള ഒരു ഏജ് ആവാം. ഇപ്പം എന്താ പറയാ ഒരു 18 to 19 ആ ഒരു ഏജിലൊക്കെ സമയത്ത് നമുക്ക് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. കരിയർ എന്താവണം, അല്ലെങ്കിൽ എനിക്ക് ഏത് ഫീൽഡിൽ ജോലി ചെയ്യണം എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയാസ് നമുക്ക് ഡെവലപ്പ് ആവും. അത് ആ ഒരു സ്റ്റേജാണ് ക്രിസ്റ്റലൈസേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് സ്പെസിഫിക്കേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഒരു ലേറ്റ് അഡോളസൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കരിയർ ചോയ്സസ് നാരോ ഡൗൺ ചെയ്യും. അതായത് നമ്മുടെ ഇൻട്രസ്റ്റിന് ഉള്ളതാണോ നോക്കും, പിന്നെ അതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നമ്മൾ നോക്കും, പിന്നെ അതിന്റെ എന്തെങ്കിലും റിസ്ക് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ കരിയർ ചോയ്സ് നമ്മൾ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. കുറെ ഉണ്ടാവും, ആദ്യം ചിലപ്പോൾ കുറെ ഉണ്ടാവും, അത് നിന്ന് നമുക്കൊരു മേബി ഒരു 5-6 എണ്ണം അല്ലെങ്കിൽ ഒരു 3-4 എണ്ണൊക്കെ ആക്കി നമ്മൾ ഷോർട്ട് ഡൗൺ ചെയ്യും, അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പിന്നുള്ളതാണ് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് ഏർലി അഡൽട്ട്ഹുഡിലാണ് നമ്മൾ എന്താ പറയാ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് അവര് ജോബ്സ് ട്രൈ ഔട്ട് ചെയ്യാൻ തുടങ്ങും, പ്രൊഫഷണൽ ട്രെയിനിങ്ങിന് പോയി തുടങ്ങും. അതായത് നമ്മളിപ്പോ ഇന്റേൺഷിപ്പിന് പോയി തുടങ്ങാന്നൊക്കെ പറയില്ല, ട്രെയിനിങ് ആയിട്ട് ജോയിൻ ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റേജാണ് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു മിഡ് 20s ഒരു സ്റ്റേജ് ആണ്. ഒരു 25, 28 ആ ഒരു ഏജിൽ വരുമ്പോൾ ഒരു സ്റ്റേജ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കരിയർ പാത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും.
ഒരു കരിയർ പാത്തിലോട്ട് കമ്മിറ്റ് ആയിട്ടുണ്ടോ? ഇപ്പം സൈക്കോളജി ഫീൽഡ്, നമ്മളെല്ലാവരും സൈക്കോളജി ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് തന്നെ എക്സാമ്പിൾ പറയാം. ഇപ്പൊ അത് ചൂസ് ചെയ്തിട്ട് ഒക്കെ കൗൺസിലർ ആണ് ആവേണ്ടതെന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് കൗൺസിലർ ആണ് ആവേണ്ടത് എന്നുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്തിട്ട് ആ ഒരു പാത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. പിന്നെ അതിൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്യും. അതായത് ഇനി ഇതിൽ എനിക്ക് എന്ത് ഡെവലപ്മെന്റ് ഉണ്ടാക്കാം, ഓക്കെ ഇപ്പൊ കൗൺസിലർ ആയെങ്കിൽ ഇനി എനിക്ക് സ്പെഷ്യലൈസ് ചെയ്യാം, എനിക്ക് ഓക്കെ ചൈൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന കൗൺസിലർ ആയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ കുറച്ച് അഡ്വാൻസ്മെന്റിന് വേണ്ടി നമ്മൾ സീക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പേര് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും. പിന്നുള്ളതാണ് കൺസോളിഡേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിഡ് തേർട്ടീസിൽ വരുന്നത്, 35, 36 റേഞ്ചിൽ വരുമ്പോൾ ഉള്ള ഒരു സ്റ്റേജ് ആണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കരിയറിൽ അവരുടെ പൊസിഷൻ അവർ സ്ട്രെങ്തൻ ചെയ്യും. അതായത് അവർ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി, ഇപ്പൊ തന്നെ അവർക്കൊരു എന്താ പറയാ 5-6 വർഷത്തെ 10 വർഷത്തിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കരിയറിൽ അവരവരുടെ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യും. അവരവരുടെ സ്കിൽസ് ഒക്കെ നല്ലപോലെ റിഫൈൻ ചെയ്തിട്ട് അവർ ആ ഒരു കരിയറിൽ ഇറീപ്ലേസബിൾ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് കൺസോളിഡേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് മെയിൻ്റെനൻസ് സ്റ്റേജ്. അതൊരു മിഡ് ലൈഫിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റേജ്, ഒരു 40s 50s ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് ആണ്. ആ ഒരു സെൻസ് അവരുടെ അച്ചീവ്മെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ ട്രൈ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണിത്. അതായത് അവരുടെ ഇപ്പൊ ഓൾറെഡി പറഞ്ഞല്ലോ അവർ സ്ട്രെങ്തൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് കുറെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ ആ അച്ചീവ്മെന്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും എന്താ പറയാ സ്കിൽസ് റിഫൈൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ വേണ്ടി അവർ ട്രൈ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. പിന്നെ ഉള്ളതാണ് ഡീസിലറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡീസിലറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ ഗ്രാഫ് കുറച്ച് താഴോട്ടാണ്. അതായത് ഏജ് ആയി, ഒരു 50s late 50s ഒക്കെ ആയി. അപ്പൊ അവര് വർക്ക് എന്താ പറയാ അവരുടെ ഇൻവോൾവ്മെന്റ് മെല്ലെ പയ്യെ കുറയ്ക്കും. അതായത് റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് അവരൊരു എന്താ പറയുക ചെറുതായിട്ട് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവരുടെ വർക്കിൽ നിന്നുള്ള അവർ ഇൻവോൾവ്മെന്റ് പയ്യെ കുറച്ചു തുടങ്ങും. അങ്ങനത്തെ സ്റ്റേജ് ആണ് ഈ ഒരു ഡീസിലറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ഫൈനൽ 1 ആണ് റിട്ടയർമെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ റിട്ടയർമെന്റ് സ്റ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിന്ന് എന്താ പറയാ പാടെ എന്താ പറയാ വിഡ്രോ ചെയ്യും അവരത്. വർക്ക് മേ ബി അവർ റിട്ടയർ ആവും. നമ്മൾ റിട്ടയർ ആവാന്നുള്ള വേർഡ് പൊതുവെ യൂസ് ചെയ്യുന്നതാണല്ലേ. വർക്ക് മേ ബി അവർ എൻഡ് ചെയ്യും. എന്നിട്ട് എന്താ പറയാ ഒരു കരിയർ ഇല്ലാത്തത്, ഒരു ജോബ് ഡെയിലി ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥ അല്ലാത്ത ജീവിതത്തിനോട് എന്താ പറയാ അവര് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രൈ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ഒരു റിട്ടയർമെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ അവരെന്താ വേറെ കുറെ കാര്യങ്ങൾ ഈ ഒരു കരിയർ അല്ല ജോബ് എന്നുള്ളൊരു സാധനം ഒഴിവാക്കി വേറെ കുറെ കാര്യങ്ങൾ അവര് എൻഗേജ് ആവാൻ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ അവരുടെ വേറെ കുറെ ഇൻട്രസ്റ്റിനെ അവർ സാറ്റിസ്ഫൈ ചെയ്യാൻ തുടങ്ങിയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു റിട്ടയർമെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്താ പറയാ കരിയർ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പം വൊക്കേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ ഏർലി അഡൽട്ട്ഹുഡ് ചോദിക്കുന്ന സമയത്ത് വൊക്കേഷണൽ ഡെവലപ്മെന്റിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മിഡിൽ അഡൽട്ട്ഹുഡിൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലാണ്ട് തന്നെ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുക. കാരണം അത് നല്ല രീതിയിൽ കുറെ പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വേർഡ്സിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് വലിയ സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രത്തോളം ഒരു ഇൻഡിവിജ്വൽ അവരുടെ കരിയറും അതായത് അവരുടെ കരിയർ അവരുടെ ഇൻട്രസ്റ്റിനോടും എബിലിറ്റീസിനോടും ഗോൾസിനോടൊക്കെ മാച്ച് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ ഈ ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് ഇപ്പം പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ, അതായത് കുട്ടികളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ക്രൗഡിന്റെ മുന്നിൽ നല്ല രീതിയിൽ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹമുള്ള ഒരാൾ ഒരു ഓഫീസ് ജോബിന് ഇരുന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർക്ക് എന്താ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, അവർക്ക് ഇരിക്കാൻ പറ്റൂല. അപ്പം ഒരു ഇൻഡിവിജ്വലിന് അവരുടെ കരിയർ അവരുടെ ഇൻട്രസ്റ്റിനോടും അവരുടെ കഴിവുകളോടും പിന്നെ അവർക്ക് ലൈഫിൽ കുറച്ച് ഗോൾസ് ഒക്കെ ഉണ്ടാവും, അതിനോടൊക്കെ മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത്, എത്രത്തോളം മാച്ച് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റിലാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം പറയാൻ പറ്റും. അപ്പൊ അതിനകത്ത് മേജർ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് സെലക്ടിങ് എ ജോബ്. ഇപ്പൊ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ആണോ അവർ ജോബ് സെലക്ട് ചെയ്തെന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അവരുടെ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു, പക്ഷെ അന്ന് അവർ ടീച്ചർ എന്നുള്ള അല്ലെങ്കിൽ മെന്റർ എന്നുള്ള ഒരു സാധനം ഓപ്റ്റ് ചെയ്യുന്നതിന് പകരം അവരൊരു ഓഫീസ് ജോബ് ചെയ്യാൻ പോയി അല്ലെങ്കിൽ അവർ എന്താ പറയുക ഒരു സിസ്റ്റത്തിന് മുന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓബിയസ്ലി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം സെലക്ടിങ് ദ റൈറ്റ് ജോബ്, അവർക്ക് ഇഷ്ടമുള്ള അവരുടെ ടാലൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ജോബ് സെലക്ട് ചെയ്യുന്നതാണ് ഇതിന്റെ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത്
ഇൻഡിവിജ്വൽസ് ചെയ്യുന്ന വെച്ചാൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക ചിലപ്പം കൺഫ്യൂഷൻസ് ഉണ്ടാവും കരിയർ ചോയ്സിനെ കുറിച്ച്. അപ്പൊ ചിലപ്പോൾ എന്താ പറയുക അവർ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. അതാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ, അപ്പോഴാണ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റിൽ നല്ല ഇഷ്യൂസ് വരിക. അപ്പോഴാണ് അവർക്ക് എന്താ പറയാ ജോബിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, അങ്ങനെ അവരുടെ എന്താ പറയാ മെന്റൽ ഹെൽത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കോർപ്പറേറ്റ് വേൾഡിലൊക്കെ ഒരുപാട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുകയും ഇപ്പം എന്താ പറയാ ഡിസ്കഷൻസ് നല്ലപോലെ വരുന്ന ഒരു ഏരിയ ആണത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത്. അപ്പം ഈ ഇൻഡിവിജ്വൽസ് റൈറ്റ് കരിയർ ആണോ ചൂസ് ചെയ്തിട്ടുള്ളത്, അവരുടെ എന്താ പറയാ അവരുടെ ടാലൻസ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ജോബാണോ ചൂസ് ചെയ്തത് എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് അവരുടെ ഒരു കരിയർ ചൂസ് ചെയ്യുന്നതിൽ അവർ ഡിഫിക്കൽട്ട് ആയിട്ട് വെക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് പഠിച്ചിറങ്ങി ഫ്രഷ് ആയിട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് ഒരുപാട് ജോബ് ഓപ്ഷൻസ് കാണുകയാണ്. മാർക്കറ്റിൽ ഒരുപാട് ജോലിയുണ്ട്, ഇത്ര കുറെ ജോലിയുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അവരത് ചെയ്യുന്നുണ്ട് ഇവരത് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് കാണുന്ന സമയത്ത് ഒബ്വിയസ്ലി അവർക്ക് എന്താ പറയാ ഡിസിഷൻ മേക്കിങ്ങിൽ കൺഫ്യൂഷൻ വരും. അങ്ങനെയാണ് അവർ എന്താ പറയാ ചിലപ്പോൾ റോങ് ചോയ്സ് ഒക്കെ എടുത്തു പോകുന്നത്. അപ്പൊ അങ്ങനെ റോങ് കരിയർ ചോയ്സ് ഇല്ലാണ്ട് റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എടുത്തിട്ട് ഒരു ജോബ് സെലക്ട് ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ഒരു വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് അവർക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ വൊക്കേഷണൽ ചോയ്സിൽ നമ്മൾ സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റിന്റെ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത്. വൊക്കേഷണൽ ചോയ്സിൽ സ്റ്റേബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോലിയിൽ തന്നെ അറ്റ്ലീസ്റ്റ് നിലനിൽക്കുക. ഒരു ജോലിയിൽ തന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ആ ഒരു ചൂസ് ചെയ്യുന്ന ഒരു കരിയർ പാത്തിൽ അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന ഒരു ജോബ് റോളിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക, അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുക എന്നുള്ള സാധനമാണ് നെക്സ്റ്റ് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് വൊക്കേഷണൽ ചോയ്സ്. പിന്നുള്ളതാണ് വർക്കിനോടുള്ള അഡ്ജസ്റ്റ്മെന്റ്. അതായത് വർക്ക് സിറ്റുവേഷനിൽ വരുന്ന വർക്ക് സിനാരിയോയിൽ വരുന്ന അവർക്ക് വരുന്ന ജോബ് റെസ്പോൺസിബിലിറ്റീസ്, അതേപോലെ തന്നെ അവരുടെ വർക്ക് എൻവയോൺമെന്റ്, അതായത് വർക്ക് എൻവയോൺമെന്റ് അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളും, പിന്നെ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന കൊളീഗ്സും ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ടീം ലീഡേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ വർക്ക് പ്ലേസ് റിലേഷൻഷിപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ അവർ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതായത് അവർക്ക് പ്രോപ്പർ ആയിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരുടെ ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇൻ കേസ് അവരൊരു ലീഡർ സ്ഥാനത്തോ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പൊ ഒരു സെറ്റിംഗിൽ അവരൊരു ടീം ലീഡർ സ്ഥാനത്താണുള്ളതെങ്കിൽ അവർക്ക് അവരുടെ കോ വർക്കേഴ്സ് ഒക്കെ ആയിട്ട് അവർക്ക് നല്ല രീതിയിൽ എന്താ പറയാ നല്ല രീതിയിൽ പെരുമാറിയിട്ട് നല്ല രീതിയിൽ എന്താ പറയാ നല്ലൊരു ഔട്ട്പുട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ, നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടോ എന്നുള്ള സാധനമൊക്കെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് വർക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് വരുത്താൻ പറ്റും. ഇതൊക്കെയാണ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു കേസിൽ വരുന്നത്. പിന്നെ അത് തന്നെ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് മെന്നിലും വിമണിലും ഡിഫറെന്റ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് നമ്മളെ ഡെവലപ്മെന്റിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്നിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്നിന് കുറച്ചും കൂടെ അവരുടെ എബിലിറ്റീസ് നല്ലപോലെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ട് അവർക്ക് എന്താ പറയാ നല്ല സാലറിയും പ്രൊമോഷനും അക്നോളജ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജോബ് റോൾ ആണ് അവർക്കുള്ളതെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ മെയിൽസിന് പൊതുവെ ഉണ്ടാവുന്നതാണ് പറയപ്പെടുന്നത്. അറ്റ് ദ സെയിം ടൈം വുമൺ ആണെങ്കിൽ കുറച്ചും കൂടെ ഹാർഡർ ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വുമണിന് കുറച്ചും കൂടെ ഹാർഡർ ആണ് ഒരു ജോബ് റോളിൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ഒരു ജോബ് എൻവയോൺമെന്റിൽ സസ്റ്റെയിൻ ചെയ്യാനും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസും ചാലഞ്ചസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് എന്താ പറയാ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് വുമണിന് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്, വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് കുറച്ചും കൂടെ ബാഡ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വുമന്റെ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് ബാഡ് സിറ്റുവേഷനിലാണ് ഉള്ളതെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ വുമണിന് കുറച്ചും കൂടെ ജോബ് റോള് ഫ്രസ്ട്രേഷനും അതേപോലെ തന്നെ സ്ട്രെസ്സും കൂടുതലായതുകൊണ്ട് തന്നെ അവരുടെ കരിയർ ഗ്രോത്തിലും അതേപോലെ തന്നെ അവരുടെ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റിലും ഡെവലപ്മെന്റിലും ഒക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളൊരു പോയിന്റും കൂടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും അതിന്റെ ആൻസർ എഴുതുന്ന സമയത്ത്. പിന്നുള്ളതാണ് അപ്രൈസൽ ഓഫ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ്. അപ്രൈസൽ ഓഫ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റിനെ എന്താ പറയാ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ള സാധനമാണ്. അതായത് ഈ ഒരു വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ള ഒരു സാധനമാണ് അപ്രൈസൽ ഓഫ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് മെഷർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന്റെ അച്ചീവ്മെന്റും അതേപോലെ തന്നെ ജോബ് സ്റ്റെബിലിറ്റി, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഈ ഒരു 3 ഫാക്ടേഴ്സിന്റെ ബേസിലാണ് നമ്മൾ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ അപ്രൈസൽ ചെയ്യുന്നത്. അതാണ് ഈ ഒരു 3 ഫാക്ടേഴ്സ്. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് സ്റ്റെബിലിറ്റി, ജോബ് സാറ്റിസ്ഫാക്ഷൻ, പിന്നെ അച്ചീവ്മെന്റ്. അതായത് ഒരു ഇൻഡിവിജ്വൽ അവരുടെ കരിയറിൽ നല്ല സക്സസ് അച്ചീവ് ചെയ്യുന്നുണ്ട്, എന്താ പറയാ നല്ല അത്യാവശ്യം എന്താ പറയാ നല്ലൊരു ഇൻകം ഉണ്ട്, അവർക്ക് ജോബ് റോളിൽ നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ട്, നല്ല രീതിയിലുള്ള ഒരു
റെക്കഗ്നീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ ആ ഒരു അച്ചീവ്മെന്റ് പാർട്ട് ഓക്കെയാണ്, അവർ നല്ല രീതിയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒരു പീക്ക് 30s ഒക്കെ ആകുന്ന സമയത്തെ അവർക്ക് എന്താ പറയാ ഒരു നല്ല രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് ഉണ്ട്, പീക്ക് അച്ചീവ്മെന്റ് അവർ എത്തുന്നുണ്ട് എന്നാണെങ്കിൽ അവർക്ക് എന്താ പറയാ നല്ല രീതിയിൽ ഉള്ളൊരു വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെയുള്ളതാണ് ജോബ് ചേഞ്ചസ്. ജോബ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ ജോബ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നല്ല വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. അവർക്ക് ഒബ്വിയസ്ലി പുവർ ആയിട്ടുള്ള വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഉള്ളത്. അപ്പം എന്താ പറയാ വോളണ്ടറി ആയിട്ട് ജോബ് ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതില്ല, അവര് എന്താ പറയാ കുറെ കാലം അത്യാവശ്യം നല്ലൊരു സമയം തന്നെ ഒരു ജോബിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അവിടെ കുറെ എന്താ പറയാ ഇംപ്രൂവ്മെന്റ്സ് ഡെവലപ്മെന്റ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണെങ്കിൽ ദേ ഹാവിംഗ് എ ഗുഡ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെയുള്ള രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ പെട്ടെന്നുണ്ടാവുന്ന ജോബ് ചേഞ്ചസ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അതായത് പെട്ടെന്ന് ഇപ്പൊ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ജോലി ചേഞ്ച് ചെയ്യാന്നുള്ളത് അത് ഒബ്വിയസ്ലി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാണ്ടുള്ള ഒരു ജോബ് ഹോപ്പിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്താ വെച്ചാൽ ഒരു ജോലി തുടങ്ങുന്നു, പിന്നെ ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ അത് ഡ്രോപ്പ് ചെയ്യുന്നു, വേറെ ജോലി, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് എന്താ പറയാ പുവർ ആയിട്ടുള്ള വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. പിന്നുള്ളതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഒരു ഇൻഡിവിജ്വൽ അവരുടെ ജോബിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് അവർക്ക് എന്താ പറയാ അവരുടെ വെൽബീയിങ്ങിന് എത്രത്തോളം, അതായത് മെന്റലിയും ഫിസിക്കലി അവർ ആ ജോബിൽ ഭയങ്കര ഓക്കെ ആണ്, ഹാപ്പിയാണ്, അവർക്ക് നല്ല ഇൻകം ഉണ്ട്, അവരുടെ ഫാമിലിനെ അവർക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫാമിലി ആയിട്ട് എന്താ പറയാ ഫാമിലി വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടല്ലോ, അതായത് വർക്കും ഫാമിലി ലൈഫും തമ്മിൽ അവർക്ക് നല്ല ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻഡിവിജ്വലിന് നല്ല രീതിയിലുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പൊ എന്താ പറയുക ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ എന്താ അവർക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ ഉണ്ടാവും, ദേ വിൽ ബി മോട്ടിവേറ്റഡ് ടു വർക്ക് മോർ, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പൊ അവരുടെ പ്രൊഡക്ടിവിറ്റിയും പെർഫോമൻസിനൊക്കെ ഇത് എഫക്ട് ചെയ്യും. അപ്പൊ അതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 3 ഫാക്ടേഴ്സ് ആണ് ഈ ഒരു അപ്രൈസൽ ഓഫ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇൻ കേസ് അത് ചോദിക്കുകയാണെങ്കിൽ ഈ 3 കോൺസെപ്റ്റിനെ കുറിച്ച് കുറച്ച് എഴുതി വെക്കാൻ പറ്റും. പിന്നുള്ളതാണ് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരിയർ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്ക് ഏതൊരു ഫീൽഡിലാണോ ജോലി ചെയ്യേണ്ടത്, ഏതൊരു ഫീൽഡിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, ഏത് ഫീൽഡിലാണ് നമ്മുടെ ഇൻപുട്സ്, നമ്മുടെ എബിലിറ്റീസും ടാലൻസും ഒക്കെ നമ്മൾ ഏതൊരു ഫീൽഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തീരുമാനിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ കരിയർ എന്ന് പറയുന്നത്. അപ്പം മിഡിൽ അഡൽട്ട്ഹുഡിലും അതേപോലെ തന്നെ ഏർലി അഡൽട്ട്ഹുഡ് മുതൽ ആ ഒരു അഡൽട്ട്ഹുഡിന്റെ ലാസ്റ്റ് പാർട്ടൊക്കെ ആവുന്ന സമയത്ത് മിഡിൽ അഡൽട്ട്ഹുഡ് വരെയൊക്കെയാണ് നമ്മൾ ഈ ഒരു കരിയറിന് മേജറായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന ജോബും അതിന്റെ ബാക്കി ഡെവലപ്മെന്റ്സും ആണ് നമ്മൾ കരിയർ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ കരിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഴുതാം. പിന്നെ വർക്ക് ലൈഫ് ബാലൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ 2 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ വർക്ക് ലൈഫ് ബാലൻസിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അതായത് ജോബ് റോളിലുള്ള ജോബിൽ ഉണ്ടാവുന്ന റെസ്പോൺസിബിലിറ്റീസും അതേപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡ്യൂട്ടീസ്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഷെഡ്യൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ലൈഫ്, പാരന്റ്സ് ആയിട്ടും അതേപോലെ തന്നെ വൈഫ് കിഡ്സ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഫാമിലി ലൈഫും എത്രത്തോളം ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന് രണ്ടിനും എന്താ പറയാ ഈക്വലി ടൈം കൊടുത്ത് നിങ്ങൾക്ക് ഇമോഷണലി ഡ്രെയിൻ ആവാത്ത രീതിയിൽ ഈക്വലി ടൈം കൊടുത്തിട്ട് ലൈഫ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസിംഗിൽ വരുന്നത്. അപ്പം അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാം. വൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ജോബ് റോൾ അല്ലെങ്കിൽ കരിയർ എന്നുള്ള സാധനമാണ് വൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഇതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സാധനം തന്നെയാണ്, ജസ്റ്റ് ടേം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കുന്നുള്ളൂ. പിന്നുള്ളതാണ് ചേഞ്ചിങ് വർക്ക് കണ്ടീഷൻസ് എഫക്റ്റിംഗ് മിഡിൽ ഏജ്ഡ് വർക്കേഴ്സ്. മിഡിൽ ഏജ്ഡ് വർക്കേഴ്സിനെ എഫക്ട് ചെയ്യുന്ന ചേഞ്ചിങ് വർക്ക് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏർലി അഡൽട്ട്ഹുഡിലാണ് നമ്മൾ ജോലിയിൽ ജോയിൻ ചെയ്യുന്നത് എന്നുള്ള സാധനം നമ്മൾ പറഞ്ഞു. ഒരു മിഡിൽ ഏജ്ഡ് വർക്കർ ഒക്കെ ആവുന്ന സമയത്ത് അവർ ഓൾറെഡി ഒരു കുറച്ച് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവും. അപ്പൊ അവർക്ക് വർക്ക് കണ്ടീഷൻസിൽ എന്തൊക്കെ ചാലഞ്ചസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാ വരുന്നത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരു മിഡിൽ ഏജ് വർക്കേഴ്സ് ആവുന്ന സമയത്ത് അവർക്ക് എന്താ പറയാ റീസെന്റ് ആയിട്ട് ആ ഒരു ജോബ് റോളിൽ വേണ്ട ചിലപ്പം ജോബ് റോളിൽ വന്നിട്ടുള്ള ഡെവലപ്മെന്റ്സും അതിന് വേണ്ടിയിട്ടുള്ള കുറെ ക്രൈറ്റീരിയാസും കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ മീറ്റ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടാവും. ഇപ്പം നമ്മളൊരു ടെക്നിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളെ, ഇപ്പൊ ഒരു IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളെ പറയുകയാണെങ്കിൽ ഒരു മിഡിൽ ഏജ്ഡ് വർക്കറാണ്, മിഡിൽ അഡൽട്ട്ഹുഡ് ആയിട്ടുള്ള ഒരാളാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ചിലപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സും അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു ഫീൽഡിൽ വന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ച് ചിലപ്പോൾ അത്ര ഇൻഫോർമേറ്റീവ് ആയിരിക്കില്ല അവര്. അപ്പൊ ചിലപ്പോൾ അതിലൊന്നും അവർക്ക് ചിലപ്പോൾ അത്ര ടാലന്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അത്രയും സ്കിൽസ് ഉണ്ടാവില്ല.
അപ്പൊ അത് അവരുടെ എന്താ പറയാ വർക്ക് കണ്ടീഷനിൽ വരുന്ന ചേഞ്ചസ് വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും ആ ഒരു ജോലിയിൽ എന്താ പറയുക സസ്റ്റെയിൻ ചെയ്ത് പോകാൻ, നിലനിന്ന് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടാവും. ലേറ്റസ്റ്റ് ട്രെൻഡ്സും കാര്യങ്ങളും മനസ്സിലാക്കിയില്ല എന്നാണെങ്കിൽ. പിന്നുള്ളതാണ് ഈ ഒരു ടെക്നോളജിയിൽ വരുന്ന അഡ്വാൻസ്മെന്റും കാര്യങ്ങളും പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയില്ല എന്നാണെങ്കിൽ അവരുടെ വർക്കിന് എന്താ പറയാ ഹിൻഡർ ചെയ്യും. അവർക്ക് എന്താ പറയാ ബാക്കിയുള്ള അതായത് അവരുടെ പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മിഡിൽ ഏജിലൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ നമ്മുടെ കരിയറിന്റെ ഒരു പീക്ക് എത്തേണ്ട ഏജ് ആണെന്നാണ് പറയുന്നത്, ഒരു മിഡിൽ അഡൽട്ട്ഹുഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു ഈ സമയത്ത് വർക്ക് കണ്ടീഷൻസിൽ ഒരുപാട് ചേഞ്ച് വരുന്ന സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരുടെ വർക്ക് ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടാവും. പിന്നെ ഇതേപോലെ ചേഞ്ചിങ് ഫാമിലി ലൈഫിൽ വരുന്ന അബ്രപ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് എന്താ പറയാ, അവർ ചിലപ്പം മാരേജ് കഴിഞ്ഞ് ചിലപ്പോൾ പാരന്റ്ഹുഡിലോട്ട് പോയിട്ടുണ്ടാവും. കുട്ടികൾ അത് ചിലപ്പോൾ ഒരു കുട്ടി എന്നുള്ളത് എന്താ പറയാ മോർ ദാൻ 1 കിഡ് ആയിട്ടുണ്ടാവും. അപ്പം അതിനനുസരിച്ച് ഫാമിലിയിൽ എന്താ ആവശ്യങ്ങൾ കൂടി വരികയാണ്. അതേപോലെ തന്നെ ഫാമിലിയുടെ കൂടുതൽ ടൈം അപ്പൊ സ്പെൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കുറെ സ്ട്രെസ്സും മെന്റൽ സ്ട്രെസ്സും കാര്യങ്ങളും വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ചേഞ്ചിങ് വർക്ക് കണ്ടീഷൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇൻ കേസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ കോൺസിക്വൻസ് ആയിട്ട് എന്താ, ഒരു മിഡിൽ അഡൽട്ട്ഹുഡ് ആവുന്ന സമയത്ത് ചില ആൾക്കാർ എന്താ അവരുടെ വർക്കിൽ ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ആവും. അതായത് അവരുടെ പെർഫോമൻസ് ചിലപ്പോൾ നല്ല രീതിയിൽ കുറയും. അപ്പൊ ഇതൊക്കെ അവരുടെ ജോബിനെ എഫക്ട് ചെയ്യാം. ജോബിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒന്നില്ലെങ്കിൽ അവർക്ക് ജോലി നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ എന്താ അവരുടെ എന്താ പറയാ സാലറിയിൽ ചിലപ്പം അവര് ചിലപ്പോൾ അത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് നല്ലൊരു പോസ്റ്റ് കിട്ടും, പക്ഷെ അതായത് ഒരു പ്രൊമോഷന് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇല്ലാന്നാണെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് എന്താ പറയാ പ്രൊമോഷൻസ് കിട്ടൂല, സാലറി ഹൈക്ക് ഉണ്ടാവില്ല. അപ്പൊ ഒബ്വിയസ്ലി അവരുടെ ലൈഫിൽ കുറെ എന്താ പറയാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ മാക്സിമം എന്താ പറയുക കുറച്ച് എലാബറേറ്റ് ചെയ്ത് തന്നെ എഴുതാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നുള്ളതാണ് ലെഷർ എന്ന് പറയുന്നത്. ലെഷർ എന്ന് പറഞ്ഞാൽ ഇതും 2 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെച്ചാൽ നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മുടെ എൻജോയ്മെന്റ് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ലെഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അപ്പാർട്ട് ഫ്രം ജോബ് അല്ലെങ്കിൽ കരിയർ എന്നുള്ളതിലുപരി നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മൾ നമ്മുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയാ ഒരു മെന്റൽ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു എൻജോയ്മെന്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു ലെഷർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുക. അതെന്താ പറയാ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തിനും ലെഷർ ടൈം അല്ലെങ്കിൽ ഫ്രീ ടൈം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ വെച്ച് 1-2 പോയിന്റ്സ് എഴുതാം നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഇൻ കേസ് വരുവാണെങ്കിൽ. അപ്പം ഈ ഒരു മൊഡ്യൂൾ ഇത്രയാണുള്ളത്. അപ്പം നെക്സ്റ്റ് മൊഡ്യൂൾ പോവല്ലേ? നെക്സ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യല്ലേ? ഓക്കെ. നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് അഡൽട്ട്ഹുഡ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് കഴിഞ്ഞു, ഏർലി അഡൽട്ട്ഹുഡ് കഴിഞ്ഞു, മിഡിൽ അഡൽട്ട്ഹുഡ് കഴിഞ്ഞു, ഇനി ലേറ്റ് അഡൽട്ട്ഹുഡ്, അതായത് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ലൈഫ് എന്നുള്ളൊരു ടൈം പീരീഡ് ആണ് ഈ ഒരു ലേറ്റ് അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ അത് ബേസിക്കലി ഫസ്റ്റ് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ലേറ്റ് അഡൽട്ട്ഹുഡ് എന്താന്നുള്ളതാണ്. ലേറ്റ് അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുവേർഡ്സ് ദ എൻഡ് വരുന്നത്, ടുവേർഡ്സ് നമ്മുടെ ലൈഫ് സ്പാന്റെ ലാസ്റ്റ് ഇയേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഫൈനൽ സ്റ്റേജ് ഓഫ് ലൈഫാണ് ഈ ഒരു ലേറ്റ് അഡൽട്ട്ഹുഡ് എന്ന് റെഫർ ചെയ്യുന്നത്. നമ്മളൊരു 60 years and above ഫ്രം 60 years and above അണ്ടിൽ ഡെത്ത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ലേറ്റ് അഡൽട്ട്ഹുഡ് പറയുന്നത്. അപ്പൊ ഈ ഒരു പീരീഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ആക്റ്റീവ്ലി എന്തെങ്കിലും കുറെ ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ. എന്താ പറയാ നല്ലൊരു കരിയർ ഉണ്ടാവും, നല്ലൊരു കരിയറിൽ നല്ല കുറെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് കുറെ കൊടുത്തിട്ടുണ്ടാവും, നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈഫ് അച്ചീവ്മെന്റ്സും എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ ലുക്ക് ബാക്ക് ചെയ്യുന്ന ഒരു സമയം, അത് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന ഒരു സമയമാണ് ലേറ്റ് അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു ലേറ്റ് അഡൽട്ട്ഹുഡ് തന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏർലി ആയിട്ടുള്ള ഓൾഡ് ഏജ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുള്ള ഓൾഡ് ഏജ് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള ഓൾഡ് ഏജ് നമുക്ക് പറയാൻ പറ്റും. ഒരു 70 years എബവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ അഡ്വാൻസ്ഡ് ഓൾഡ് ഏജ് എന്നുള്ള രീതിയിലാണ് പറയാം. ഈ ഒരു ലേറ്റ് അഡൽട്ട്ഹുഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് തന്നെ എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും അതേപോലെ തന്നെ മെന്റൽ എബിലിറ്റീസും ഫിസിക്കൽ എബിലിറ്റീസും ഒക്കെ ഗ്രാജുവലി ഡിക്ലൈൻ ചെയ്തിട്ട് നമ്മളെന്താ പറയാ ഫിസിക്കലി ഒക്കെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങുന്ന ഒരു സമയമാണ് ലേറ്റ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എന്താ പറയാ മൂവ്മെന്റ്സ് ഒക്കെ സ്ലോവർ ആവും. പിന്നെ പണ്ടത്തെ പോലെ അത്ര യങ് ആയിട്ടുള്ള ഏജിലുള്ള പോലെ അത്ര ഓടാനും ചാടാനൊക്കെ നമുക്ക് അങ്ങനെ പറ്റിക്കൊള്ളണം എന്നില്ല. പിന്നെ എന്താ പറയാ നമ്മുടെ സെൻസസിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതായത് കാഴ്ചയിൽ പ്രശ്നം വരാം, ഹിയറിംഗിൽ പ്രശ്നം വരാം, മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാവാം, പിന്നെ അറ്റൻഷനും കോൺസെൻട്രേഷൻ ഇങ്ങനത്തെ കുറെ കോഗ്നിറ്റീവ് എബിലിറ്റീസിൽ നമുക്ക് ഡിക്ലൈൻ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ലേറ്റ് അഡൽട്ട്ഹുഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.
അപ്പൊ പിന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിരിക്കും അത്. അത്യാവശ്യം എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനത്തെ കാര്യങ്ങളാവാം, ഹാർട്ട് ഇഷ്യൂസ് ആവാം. അങ്ങനത്തെ കുറെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും അതേപോലെ തന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉള്ള ഒരു ടൈമാണ്. പിന്നെ അവർക്ക് ഉണ്ടാവുന്ന ഈ ഒരു എൽഡർലി പീപ്പിളിന് ഉണ്ടാവുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈഫിലെ പിന്നെ അങ്ങോട്ട് കുറച്ച് നെഗറ്റീവ് സൊസൈറ്റിയിൽ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും. അതായത് ചില കാര്യങ്ങളോടൊക്കെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അവർക്ക് ഡെവലപ്പ് ആയി തുടങ്ങും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്റ്റീരിയോടൈപ്പ് ചെയ്യും ആൾക്കാർ. ഇപ്പം എന്താ പറയാ, നിങ്ങൾ ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു, വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റ് അഡൽട്ട്ഹുഡ് ആകുന്ന സമയത്ത് മെല്ലെ അവര് ജോലിയൊക്കെ റിട്ടയർമെന്റ് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കി മെല്ലെ ജോലിയൊക്കെ ഉപേക്ഷിച്ചൊരു ജോലിയൊന്നും ഇല്ലാത്തൊരു ലൈഫ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും അവർക്ക്. അതുകൊണ്ട് തന്നെ അവരെന്താ പറയാ സൊസൈറ്റിയിൽ സ്റ്റീരിയോടൈപ്പ് ചെയ്യും. നിങ്ങൾക്ക് അത്ര വയസ്സായില്ല, അപ്പൊ ഇനി അത്ര കാര്യങ്ങളൊന്നും ചെയ്യണ്ട, അത്ര ഉഷാറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഇതൊക്കെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ നമ്മളെന്താ പറയാ സൊസൈറ്റി അവരെ സ്റ്റീരിയോടൈപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്താ അവർക്ക് കുറെ എന്താ പറയാ നെഗറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ആറ്റിറ്റ്യൂഡ്സ് വരും. പല കാര്യത്തിനോടും ഒരു എന്താ പറയാ പ്രശ്നങ്ങളും ചിലപ്പോ ചില പ്രായക്കാർക്ക് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോ എന്താ പറയുക വെറുതെ ദേഷ്യം പിടിക്കുന്നതും വെറുതെ ചിലപ്പോ ചില കാര്യത്തിനൊക്കെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ അവരുടെ ഒരു ഏജിങ്ങിന്റെ ഭാഗമാണ്, ഒരു എന്താ പറയാ ഓൾഡർ ആകുന്നതിന്റെ കുറെ സയൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതേപോലെ തന്നെ യങ്ങർ ഏജിൽ ഉണ്ടായ മാതിരി അവർക്ക് എന്താ പറയുക ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒന്നില്ലെങ്കിൽ എന്താ പറയാ അവരുടെ കുട്ടികൾ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് കാര്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് ജോലിയൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് ഒരു മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഒരു ലേറ്റ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. പിന്നെ അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേറ്റ് അഡൽട്ട്ഹുഡ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാൻ പറ്റും. ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറെ ഡിക്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ അതിൽ സോഷ്യൽ കാര്യങ്ങൾ എഴുതണം കേട്ടോ. സൊസൈറ്റിയിൽ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അതും കൂടെ എഴുതാം. പിന്നെ ഉള്ളതാണ് ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലി നമ്മുടെ ഫിസിക്കലി ആൻഡ് മെന്റലി ബോഡി ഏജ് ആവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പേര് കേൾക്കുമ്പോൾ നമുക്ക് അറിയുന്ന കോൺസെപ്റ്റ് ആണല്ലോ എന്ന് തോന്നും. പക്ഷെ ഏജിങ്ങിന് നല്ല എന്താ പറയുക പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഉള്ള ഒരു പ്രോസസ്സാണ് ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ അകത്ത് എന്താ പറയാ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫിനും നമുക്കൊരു ഡിക്ലൈൻ ഉണ്ടാവും. അപ്പൊ ഫിസിക്കൽ ഡിക്ലൈൻ ഉണ്ടാവാം, മെന്റൽ ഡിക്ലൈൻ ഉണ്ടാവാം, പിന്നെ എന്താ പറയാ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിൽ ഡിക്ലൈൻ ഉണ്ടാവാം. ഇതൊക്കെയാണ് ഏജിങ്ങിൽ വരുന്നത്. അപ്പം ഏജിങ്ങിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാവുന്ന ഫിസിക്കൽ ഡിക്ലൈൻ, ഫിസിക്കൽ സെൻസസിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഡിക്ലൈൻ, ഫിസിക്കൽ ചേഞ്ചസിനെ നമ്മൾ ബയോളജിക്കൽ ഏജിംഗ് എന്നാണ് പറയാ. പിന്നെ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ, ഇപ്പൊ ഓൾഡ് ഏജ് ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ സൊസൈറ്റി അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പൊ ഒരു വയസ്സായ ഒരാള് ഭയങ്കര ഉഷാറായിട്ട് ഈ കാര്യങ്ങളൊക്കെ സൊസൈറ്റിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷൻസ് ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് സോഷ്യൽ ഏജിംഗിൽ വരുന്നത്. പിന്നെ അതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഏജിങ്. പിന്നെ ബയോളജിക്കൽ തിയറീസ് ഓഫ് ഏജിങ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക എല്ലാവരും. ബയോളജിക്കൽ തിയറീസിൽ വരുന്ന എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ആയിട്ട് വരുന്നത് പ്രോഗ്രാംഡ് തിയറീസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി, പ്രോഗ്രാംഡ് തിയറീസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്കലി പ്രോഗ്രാംഡ് ആണെന്നാണ് ആ ഒരു തിയറീസിന്റെ കോൺസെപ്റ്റ് വരുന്നത്. അതായത് ബേസിക്കലി നമ്മൾ എന്താ പറയാ ഇൻഫൻസി മുതൽ ഇങ്ങനെ വർക്ക് ചെയ്ത് ചെറുതായപ്പോൾ മുതൽ ഇങ്ങനെ ഓരോ അഡൽട്ട്ഹുഡ് അങ്ങനെ ഓരോ ഫേസിലും വർക്ക് ചെയ്ത് ലേറ്റ് അഡൽട്ട്ഹുഡ് ആകുന്ന സമയത്ത് നമുക്ക് ഏജ് ആവണം, നമ്മുടെ വർക്കിംഗ് കുറയണം, പെർഫോമൻസ് കുറയണം എന്നുള്ളത് ജനറ്റിക്കലി പ്രോഗ്രാംഡ് ആണെന്നാണ് ഈ പ്രോഗ്രാംഡ് തിയറീസ് എന്നുള്ള കാറ്റഗറിന്റെ അണ്ടറിലുള്ള തിയറീസ് പറയുന്നത്. അതായത് നമ്മുടെ എൻഡോക്രൈൻ അതിന്റെ അകത്ത് കുറച്ച് തിയറീസ് വരുന്നുണ്ട്. അപ്പൊ അതായത് നമ്മുടെ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ അങ്ങനെ ആവുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഓൾഡ് ഏജ് ആവുന്ന സമയത്ത് നമ്മുടെ ചില ഹോർമോൺസ് ഒക്കെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും. അങ്ങനെയാണ് ബോഡി ഏജ് ആവുന്ന അല്ലെങ്കിൽ ഹ്യൂമൻസ് ഏജ് ആവുന്നതാണ് ഈ ഒരു പ്രോഗ്രാംഡ് തിയറീസ് പറയുന്നത്. പിന്നെ ഉള്ളത് ഡാമേജ് അല്ലെങ്കിൽ എറർ തിയറീസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഓഫ് തിയറീസ് ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്പാനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് ഉണ്ടാകുന്ന ഡാമേജസ്, ഒരുപാട് ഡാമേജസ് ഉണ്ടാവും. ഈ ഒരു ഡാമേജ് കുറെ ഡാമേജസ് അക്യുമുലേറ്റ് ആയിട്ടാണ് ഈ ഒരു പ്രോസസ് ഓഫ് ഏജിങ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതാണ് ഡാമേജ് അല്ലെങ്കിൽ എറർ തിയറീസ് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്താണ് നമ്മുടെ വിയർ ആൻഡ് ടിയർ തിയറി ഒക്കെ പറയുന്നത്. അതായത് ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാകുന്ന വിയർ ആൻഡ് ടിയർ ആണ് നമ്മുടെ ഏജിങ്ങിനെ കോസ് ചെയ്യുന്ന എന്നുള്ളൊക്കെ കോൺസെപ്റ്റ് പറയുന്ന തിയറീസ് ആണിത്. അപ്പൊ ബയോളജിക്കൽ തിയറീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് എന്താ പറയാ
എഴുതാൻ പറ്റുന്ന ഒരു 5 മാർക്സിനൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. പിന്നെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ജെറന്റോളജി എന്ന് പറയുന്നത്. ജെറന്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയന്റിഫിക് സ്റ്റഡി ഓഫ് ഏജിങ് ആണ്. അതായത് ഏജിങ്ങിനെ കുറിച്ചുള്ള ഏജിങ്ങിന്റെ ഫാക്ടേഴ്സും കാര്യങ്ങളും സോഷ്യലിയും അതേപോലെ തന്നെ സോഷ്യലി സൈക്കോളജിക്കലി ഫിസിക്കലി എങ്ങനെയാണ് ഏജിങ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സയന്റിഫിക് സ്റ്റഡി ആണ് ജെറന്റോളജി എന്ന് പറഞ്ഞൊരു ടേമിൽ വരുന്നത്. അപ്പൊ അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അധികം ചോദിക്കല്. അപ്പൊ അതും എന്താണെന്ന് പഠിച്ചു വെക്കുക. ജെറന്റോളജി എന്ന് പറഞ്ഞാൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഏജിങ് ആണ്. ഓൾഡർ അഡൽട്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഏജിങ്ങിനെ കുറിച്ചുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. അപ്പൊ അതിന്റെ അകത്ത് എല്ലാ ആസ്പെക്ട്സും പഠിക്കും. അതായത് ബയോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ടാവും, സോഷ്യൽ ആസ്പെക്ട്സ്, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്. ഈ എല്ലാ ആസ്പെക്ട്സിനെയും കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ ഒരു ജെറന്റോളജി എന്ന് പറയുന്നത്. അപ്പം അതെന്താ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡ് ആണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് ഒരു 2 മാർക്സിന് പറ്റുന്ന രീതിയിൽ എഴുതുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇത് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് വേറെ ഒരു ലേറ്റ് അഡൽട്ട്ഹുഡിന്റെ അടുത്ത ഒരു സ്റ്റേജ് ആണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഡെത്ത് ആണ്. ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബിയസ്ലി ലൂസിങ് ആ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രീത്തിങ്ങും അതേപോലെ തന്നെ സർക്കുലേഷൻ സ്റ്റോപ്പ് ആവുന്ന മൊമെന്റിനെയാണ് നമ്മൾ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതും. നമ്മുടെ കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമൻ എന്താ പറയാ അവരുടെ ലൈഫ് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡെത്ത് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ഗ്രീഫ് ആൻഡ് ബെറേവ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രീഫ് ആൻഡ് ബെറേവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പം എന്താ പറയാ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, പക്ഷെ അത് ഡിഫറെന്റ് ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. ബെറേവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിങ് എ ലവ്ഡ് വൺ. നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരാള് നഷ്ടപ്പെടുന്നതിനെയാണ് ബെറേവ്മെന്റ് എന്ന് പറയാം. ആ ഒരു നഷ്ടപ്പെടുന്നതിനെയാണ് ബെറേവ്മെന്റ് എന്ന് പറയാം. ആ ഒരു നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാവുമല്ലോ. ആ ഒരു ലോസിനോട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷണൽ റെസ്പോൺസിനെയാണ് നമ്മൾ ഗ്രീഫ് എന്ന് പറയാം. അതാണ് ബെറേവ്മെന്റും അതേപോലെ തന്നെ ഗ്രീഫ്. ഈ ഒരു ലേറ്റ് അഡൽട്ട്ഹുഡിന്റെ കോൺസെപ്റ്റിന്റെ അടിയിലൊക്കെ ഇത് ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏജിലാണ് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ എന്താ പറയുക കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടാവുക. അതായത് ഒരു ലേറ്റ് അഡൽട്ട്ഹുഡ് ആവുന്ന സമയത്താണ് അവർക്ക് എന്താ പറയുക ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ അവർക്ക് അവരുടെ വൈഫിന് വേണ്ടി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഒരു വൈഫിന് അവർക്ക് അവരുടെ ഹസ്ബൻഡിനൊക്കെ നഷ്ടപ്പെടാം. അപ്പൊ ഈ ഒരു ഏജിൽ എന്താ പറയാ അവർ ഇതിനോടും എന്താ പറയാ കോപ്പ് ചെയ്യാൻ പഠിക്കണം. അവരുടെ ലവ് വൺ അവരുടെ പാർട്ട്ണർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർ അതിനോട് കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പഠിക്കണം. അതൊക്കെ ലേറ്റ് അഡൽട്ട്ഹുഡിൽ വരുന്ന ചാലഞ്ചസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ബെറേവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് എ ലവ്ഡ് വൺ. നമ്മുടെ ഒരു ലവ്ഡ് വണ്ണിന്റെ ലോസിനെയാണ് നമ്മൾ ബെറേവ്മെന്റ് എന്ന് പറയാം. അതേപോലെ ആ ഒരു ലോസിനോട് ഉണ്ടാകുന്ന ഇമോഷണൽ റെസ്പോൺസ് ആണ് ഗ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് എഴുതുന്ന സമയത്ത് ഒരുമിച്ച് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ എഴുതുക. അപ്പം ഗ്രീഫിനാണെങ്കിൽ കുറച്ച് സ്റ്റേജസ് ഒക്കെ ഉണ്ട്. ഗ്രീഫ് എപ്പോഴും കുറച്ച് സ്റ്റേജസിലൂടെ ഒക്കെയാണ് സംഭവിക്കുക എന്നാണ് പറയുന്നത്. ഈ ഒരു ലേറ്റ് അഡൽട്ട്ഹുഡ് ഉള്ള സമയത്ത് അവർക്ക് ഇൻ കേസ് എന്തെങ്കിലും അവരുടെ ലവ്ഡ് വണ്ണ് നഷ്ടപ്പെടുവാണ് എന്നുള്ളൊരു സ്റ്റേജ് വരുവാണെങ്കിൽ അവരുടെ ഗ്രീഫിന് കുറച്ച് സ്റ്റേജസ് ഉണ്ട്. അതായത് ഫസ്റ്റ് അവര് ഷോക്ക് ആയിരിക്കും മേ ബി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. അവര് ചിലപ്പം ഷോക്ക് ആയിരിക്കും. പിന്നെ അവര് ചിലപ്പം എന്താ പറയാ വിശ്വസിക്കൂല, ലൈക്ക് അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല അവർക്ക്. അവർ ചിലപ്പോ എന്താ പറയാ ഇല്ല മരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് എനിക്ക് ഫീൽ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ എന്താ പറയാ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചുറ്റുപാടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയാ അങ്ങനെ ഇവഞ്ച്വലി ആണ് അവര് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇവഞ്ച്വലി ആണ് അവര് റിസോൾവ് ചെയ്യുക. ഓക്കെ പോയി ആള് പോയി എന്നുള്ള സാധനം ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇവഞ്ച്വലി അവര് പിന്നെ ലൈഫ് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നത് കുറച്ച് ടൈം എടുത്തിട്ടാണ്. അപ്പൊ അതാണ് സ്റ്റേജസ് ഓഫ് ഗ്രീഫ് എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഡ്യൂറിങ് ബെറേവ്മെന്റ്. ബെറേവ്മെന്റ് സമയത്ത് ഇങ്ങനെ ഒരു ലവ്ഡ് വൺ സംഭവിച്ച് ലവ്ഡ് വണ്ണിന്റെ നഷ്ടപ്പെടൽ എങ്ങനെയാണ്, ആ ലവ്ഡ് വണ്ണിന്റെ നഷ്ടപ്പെടൽ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് സൈക്കോളജിക്കലി എങ്ങനെയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഒരു തിയറി ഉണ്ട്, കുബ്ലർ റോസിന്റെ സ്റ്റേജസ് ഓഫ് ഡൈയിങ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ സ്റ്റേജസ് ഓഫ് ഗ്രീഫ് എന്നൊക്കെ നമുക്ക് അതിനെ പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ബെറേവ്മെന്റ് സാധനം നമുക്ക് ഇങ്ങനെ എഴുതാം. ലോസ് ഓഫ് ലവ്ഡ് വൺ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സാധനമാണ് ഗ്രീഫ് എന്നുള്ളത് എഴുതാം. അപ്പൊ പിന്നെ സ്റ്റേജസ് ഓഫ് ഗ്രീഫ് എന്നുള്ള സാധനങ്ങൾ എഴുതാൻ പറ്റും. അതായത് ആദ്യം നമുക്ക് ഷോക്കാണ് ഉണ്ടാവുക, പിന്നെ എന്താ പറയാ പിന്നെ നമ്മൾ എന്താ പറയാ അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല, അതായത് ഡെനിയൽ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ ഇവഞ്ച്വലി ആണ് റിസോൾവ് ചെയ്യാന്നുള്ള സാധനം. അപ്പൊ ഇതൊക്കെയാണ് ബെറേവ്മെന്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസ്. അതായത് അവർക്ക് ഭയങ്കര അവർക്ക് എന്താ പറയുക പിന്നെ ജീവിക്കാനുള്ള ആ ഒരു ഹോപ്പ് നഷ്ടപ്പെടുക, അങ്ങനത്തെ ഒരുപാട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
വെച്ചിട്ട് ആ ഒരു ആൻസർ നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് എഴുതുക. പിന്നെ അവരെന്താ പറയുക, ചിലപ്പം ചില സിറ്റുവേഷനിലാണെങ്കിൽ ബാക്കി ഫാമിലി മെമ്പേഴ്സിനൊന്നും പിന്നെ അവർക്ക് പിന്നെ ബാക്കി ജീവിച്ചിരിപ്പുള്ള ഫാമിലി മെമ്പേഴ്സ് മക്കളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരോടൊക്കെ ഭയങ്കര ദേഷ്യമാവും, എനിക്ക് ആരെയും വേണ്ട, എനിക്ക് ഇങ്ങോട്ട് പോയാൽ മതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതാണ്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഇടയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കുറെ സംസാരങ്ങളും കാര്യങ്ങളും, പിന്നെ ചിലർ ഭയങ്കര വിഡ്രോൺ ആവും. പിന്നെ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയും പോകില്ല, ആരെയും കാണാൻ റെഡി ആയിരിക്കൂല, ആരോട് സംസാരിക്കേണ്ട, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരുപാട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും ഈ ഒരു ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ഒരു ലവ്ഡ് വണ്ണിന് ലോസ് ആയി കഴിഞ്ഞാൽ. അപ്പൊ ഇൻ കേസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതാം. പിന്നെ കുബ്ലർ-റോസിന്റെ സ്റ്റേജസ് ഓഫ് ഡൈയിങ് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് എഴുതാൻ പറ്റും. അതായത് അതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റും. അതായത് ഡെത്ത് എന്നുള്ള ഒരു സാധനത്തിൽ നമ്മൾ ഒരു ഡെത്തിലോട്ട് ഡൈ എന്നുള്ളൊരു പ്രോസസ്സിന് കുറച്ച് സ്റ്റേജസ് ഉണ്ടെന്നാണ് കുബ്ലർ-റോസ് പറയുന്നത്. അതായത് ഫസ്റ്റ് നമുക്ക് ഡെനിയലായിരിക്കും. ചില ഓൾഡ് ഏജിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, ചിലവരെന്ന് വെച്ചാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് ചിലപ്പോൾ സമ്മതിച്ചു തരില്ല. അതായത് ഇപ്പൊ മരിക്കാൻ സമയം അല്ലെങ്കിൽ ഏത് നിമിഷം മരണം സംഭവിക്കാന്നുള്ള ഒരു തോട്ടൊന്നും ചിലർക്ക് ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഭയങ്കര ഡെനിയലായിരിക്കും. അതായത് അത് എല്ലാത്തിനെയും അവർ ഡെനി ചെയ്യില്ല, ആരോഗ്യ പ്രശ്നമൊന്നും എനിക്കില്ല, ഞാൻ മൊത്തം ഓക്കെ ആണെന്നുള്ളൊരു സാധനമൊക്കെ പറയുന്നുണ്ടാവും. പിന്നെ അത് ദേഷ്യമാവും. അതായത് ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മരുന്ന് കുടിക്കുന്നവർക്ക് ദേഷ്യവും, ആരോഗ്യത്തിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യവും, അങ്ങനത്തെ ആങ്കർ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങും. പിന്നുള്ളത് ബാർഗെയിനിങ് ആവും. ബാർഗെയിനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പം ദൈവത്തിനോട് ബാർഗെയിൻ ചെയ്യാന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്റെ അസുഖം മാറും എന്നുള്ള രീതിയിൽ ദൈവത്തിനോട് ബാർഗെയിൻ ചെയ്യും, ഞാൻ ഇത് ചെയ്യാം അപ്പൊ എന്റെ അസുഖം മാറ്റുക, അല്ലെങ്കിൽ എന്റെ മരണം അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നുള്ള രീതിയിലൊക്കെ ദൈവത്തിനോട് ബാർഗെയിൻ ചെയ്യുന്നതാണ് ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഡിപ്രഷൻ ആണ്. അതായത് ഒരു സാഡ് മൂഡിലോട്ട് പോവാ, അതായത് ഹോപ്പ് ഒക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോവാ. പിന്നെയുള്ള ഒരു സ്റ്റേജ് ആണ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫൈനലി ദേ വിൽ ആക്സെപ്റ്റ്, ഓക്കെ മരണം എന്നുള്ളത് ഒരു ട്രൂത്ത് ആണ്, അല്ലെങ്കിൽ ആ ഒരു അതൊരു പ്രോസസ് ആണെന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തിട്ട് ലൈഫിൽ ഇതുവരെ അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ അക്നോളജ് ചെയ്തിട്ട് പിന്നെ ആ ഒരു ആക്സെപ്റ്റൻസ് ആണ് ഈ ഒരു കുബ്ലർ-റോസ് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു സ്റ്റേജസ് ഓഫ് ഡൈയിങ് എന്ന് പറഞ്ഞ് കുബ്ലർ-റോസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് അത് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ആൻസറിന് വെയിറ്റേജ് കൂട്ടാൻ വേണ്ടി മെൻഷൻ ചെയ്യാം. പിന്നെ പാറ്റേൺസ് ഓഫ് ഗ്രീവിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ സാധനമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റേജസ് ഓഫ് ഗ്രീഫ് പറഞ്ഞ സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഗ്രീവിംഗ് പ്രോസസ് ഇൻ എൽഡർലി, ബേസിക്കലി ഇതൊക്കെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് തന്നെ ആൻസർ എഴുതാം. പിന്നെ ഉള്ളതാണ് ഡെവലപ്മെന്റ്സ് ഇൻ ലേറ്റ് അഡൽട്ട്ഹുഡ്. ലേറ്റ് അഡൽട്ട്ഹുഡിൽ വരുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്? ഡെവലപ്മെന്റ്സിന്റെ കേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലും ഫിസിക്കൽ സോഷ്യൽ ആൻഡ് മെന്റൽ ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, അതേപോലെ സോഷ്യൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, ഈ ഒരു ചേഞ്ചസ് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാലും എഴുതേണ്ടത്. പിന്നെ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് കുറച്ച് ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവിൽ എഴുതാം. അതായത് ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് സോഷ്യൽ റോൾസിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ലേറ്റ് അഡൽട്ട്ഹുഡ് ആകുന്ന സമയത്ത് ഒരു ആക്റ്റീവ്ലി എന്താ പറയാ, വീട്ടിൽ ഒരു ബ്രെഡ് വിന്നർ അല്ലെങ്കിൽ വീട്ടിൽ ഒരു എന്താ പറയുക ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാള് റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ വീട്ടില് അവരുടെ, അതായത് അവർക്ക് മേ ബി അവരുടെ യങ് ഏജിൽ അവര് എന്താ പറയാ ഉപേക്ഷിച്ച അല്ലെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്ത കുറെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലവർക്ക് എന്താ പറയാ ഗാർഡനിങ് ആവാം, അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ആർട്ട് റിലേറ്റഡ് സാധനങ്ങളാവാം, വരയ്ക്കുന്നതാവാം, പാട്ടാവാം, ബുക്സ് വായിക്കുന്നതാവാം, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ അവർ റീഡിസ്കവർ ചെയ്യും. അവർ റിട്ടയർമെന്റ് ലൈഫിൽ റീഡിസ്കവർ ചെയ്തിട്ട് അതിനെയൊക്കെ എന്താ പറയാ കുറച്ചും കൂടെ അവർ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ എന്താ പറയാ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ചിലവരാണെങ്കിൽ വേറൊരു കരിയർ ഓപ്ഷൻ അല്ലെങ്കിൽ വേറെ ഒരു എന്താ പറയാ ലെഷർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നുണ്ട്. അതായത് പറഞ്ഞ പോലെ ഗാർഡനിങ് ചെയ്യാം, മേ ബി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗാർഡനിങ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ വേറെ ഇതേപോലെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിലും എന്തെങ്കിലും ചെറിയ പിള്ളേർക്ക് പഠിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് വേറെ അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സമയം കൂടെ ആയിട്ട് നമുക്ക് ഒരു ലേറ്റ് അഡൽട്ട്ഹുഡിന് പറയാൻ പറ്റും. അപ്പൊ ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ആ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസും അതേപോലെ തന്നെ സോഷ്യലായിട്ടും സൈക്കോളജിക്കലി ഉണ്ടാവുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ ബാക്കിയായിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതുക. പിന്നെ ഫിസിക്കൽ സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ചേഞ്ചസ് അത് തന്നെയാണ്
ഏകദേശം അത് തന്നെയാണ്, സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ലേറ്റ് അഡൽട്ട്ഹുഡ് ആകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് കോഗ്നേറ്റീവ് ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ള സാധനമാണ്. ഫിസിക്കൽ ചേഞ്ചസിൽ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ എഴുതാൻ പറ്റും. അതായത് ബോഡിയിൽ ഒരുപാട് വീക്കനിങ് ഉണ്ടാവും, അതായത് അവരുടെ ഹിയറിംഗിൽ കുറവുണ്ടാവും, കാണുന്നതിൽ വിഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, മെമ്മറി കപ്പാസിറ്റിയിലും കോഗ്നേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് എബിലിറ്റീസിൽ ഡിക്ലൈൻ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുക. സോഷ്യൽ റോളിൽ വരുന്ന മാറ്റങ്ങൾ എഴുതുക. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ പിന്നെ അത് റിപ്പീറ്റഡ് ആയിട്ട് പലതരത്തിലാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളതെന്നേ ഉള്ളൂ. അപ്പം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അപ്പം ഇതൊക്കെയാണ് 4th മൊഡ്യൂളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ 3 മൊഡ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് മൊഡ്യൂള് വേറെ സാർ ആയിരിക്കും നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പം ആ സാറിനെ സിനാൻ സാറിനെ ഞാൻ വെൽക്കം ചെയ്യാണ് സെക്കൻഡ് മൊഡ്യൂളിന്റെ PYQ ഡിസ്കഷന് വേണ്ടിയിട്ട്. ഇതുവരെ ക്ലിയർ അല്ലേ എല്ലാം പറഞ്ഞത്?